ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വരുവാനും കർത്താവിനെ സാക്ഷീകരിപ്പാനും കർത്താവ് അടിയന്റെ ജീവിതത്തിൽ തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ കർത്താവിന്റെ ദാസനോടുള്ള വലിയേറിയ നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ അതിശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും ദൈവം തന്ന കൃപയ്ക്കായും ദൈവത്തിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ടെസ്റ്റിമണി ഒന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. അതിന്റെ കൂടെ തന്നെ ഞാൻ ദൈവവചനവും പറയാം. ഞാൻ ഇവിടെ ദൈവവചനം പറയുമ്പോൾ എന്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ദൈവവചനം പറയുവാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 1-2 മാസത്തിന് മുമ്പ് എന്റെ മാതാവ് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് തന്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ ഇടയായി തീർന്നു. എന്റെ മമ്മിയുടെ പേര് പൊന്നമ്മ എന്നാണ്. മമ്മിയുടെ സാക്ഷ്യം കേട്ടവർക്ക് അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാകും എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താന്ന്. ഞാനൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞാല്, എന്റെ മാതാവ് ഒരു യാക്കോബായ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. മണർകാട് പള്ളിയിലെ ഒരു വിശ്വാസിയായിരുന്നു. എന്നാൽ 12ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടുവാനും പിന്നീട് സ്നാനപ്പെടുവാനും അതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാനിടയായി തീർന്നു. അങ്ങനെ ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു മാതാവിന്റെ മകളായി ജനിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി തന്നു. ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്ന ഒരു വിഷയം അതാണ്. അപ്രകാരം വിശ്വാസത്തിന്റെ പോരാളിയായി നിന്നൊരു മാതാവിന്റെ മകളായി എനിക്ക് ജനിക്കാൻ കഴിഞ്ഞതിൽ അതാണ് ഇന്നത്തെ എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. എന്റെ മമ്മി വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ എന്റെ മമ്മിയുടെ അപ്പച്ചൻ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. മമ്മി പോവും ഇറക്കി വിടുമ്പോൾ തന്നെ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: നാളെ ഒന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. അപ്പൊ മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്: ഒരിക്കലുമില്ല, വിളിച്ച ദൈവം വിശ്വസ്തൻ, അന്ത്യം വരെ കർത്താവ് നടത്തുവാൻ ശക്തനാണ്. ഇന്ന് നമ്മൾ പാടിയ പാട്ടിൽ പറയുന്നത് പോലെ തന്നെ നാളെയെ കുറിച്ച് ഒരു ആകുലവുമില്ല, കാരണം ഭാവിയെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അങ്ങനെ എന്റെ മമ്മി ഇറങ്ങി തിരിച്ചു. എന്നാൽ മമ്മി അന്ന് അമ്മേനൂരുള്ള ഒരു ഫെയ്ത്ത് ഹോമിലാണ് മമ്മിയുടെ വിശ്വാസ ജീവിതം മമ്മി തുടങ്ങിയത്. എന്നാൽ മമ്മിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. മമ്മിയുടെ ആഗ്രഹം പൗലോസിനെ പോലെ വിവാഹം കഴിക്കാതെ കർത്താവിന് വേണ്ടി മുഴുവൻ സമയവും ദൈവം കൊടുക്കുന്ന യൗവനം കർത്താവിന് വേണ്ടി നിൽക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ മമ്മിയുടെ ഉള്ളിലെ ആഗ്രഹം ദൈവം കണ്ടെങ്കിലും ദൈവാത്മാവ് മമ്മിയോട് ഒരു ദൈവദാസനിൽ കൂടെ സംസാരിച്ചു: നിന്റെ ആഗ്രഹം ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളതാണ്, എന്നാൽ എന്റെ പദ്ധതി എന്ന് പറഞ്ഞ് കുടുംബസ്ഥയായി എന്റെ കർത്താവിന്റെ വേലയിലായിരിക്കണം എന്നുള്ളതാണ്. ആ വാക്കിന്റെ മുമ്പിൽ മമ്മിയെ തന്നെ സമർപ്പിച്ചു. പല കല്യാണാലോചനകളും വന്നു, എന്നാൽ മമ്മിക്ക് ഒന്നിനോട് ഒരു താല്പര്യം തോന്നിയില്ല. അപ്പോൾ എന്റെ മമ്മിയുടെ കുടുംബം അറിഞ്ഞു ഇങ്ങനെ മമ്മിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് അവർക്കൊരു പേടി, പെന്തിക്കോസിലായതുകൊണ്ട് കുടുംബത്തിന് ചേരാത്ത ഏതെങ്കിലും ബന്ധം അവർ കൊണ്ടുവരും. കുടുംബമഹിമ ഒക്കെ നോക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അന്ന്. അപ്പോൾ അതുകൊണ്ട് അവർ പേടിച്ചിട്ട് അവർ പറഞ്ഞു: ഒരു കാര്യം, നീ തിരിച്ച് വീട്ടിൽ വാ, ഞങ്ങൾ നിനക്ക് ഒരു പെന്തിക്കോസുകാരനെ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ മമ്മിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് അവർ പല കല്യാണാലോചനകളും കൊണ്ടുവന്നു. എന്നാൽ മമ്മിയുടെ ഉള്ളിലെ ആഗ്രഹം, കർത്താവി അങ്ങ് പറഞ്ഞ് വിവാഹം കഴിക്കാൻ, ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാ, എന്നാൽ എന്റെ ഉള്ളിൽ ഒരു ചെറിയ ആഗ്രഹമുണ്ട്, അപ്രകാരം ഒരാളെ എനിക്ക് അങ്ങ് തന്നാൽ ഞാൻ വിവാഹം കഴിക്കാം. ഇപ്പോൾ ഞാൻ ഈ മമ്മിയുടെ ഈ ടെസ്റ്റിമണി പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ജീവിതം ഞാൻ വിശ്വാസം പഠിച്ചതും വിശ്വാസത്തിൽ വളരാനും കാരണമായി തീർന്ന എന്റെ മമ്മിയുടെ അന്നത്തെ ഒരു തീരുമാനമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ മമ്മിയുടെ ഷോർട്ടായിട്ട് ആ ടെസ്റ്റിമണി പറയുന്നത്. മമ്മി അന്ന് എടുത്തൊരു തീരുമാനം ഇതായിരുന്നു. മമ്മി അപ്പച്ചനോട് പറഞ്ഞു: നിങ്ങൾ ആരെ വേണേലും കൊണ്ടുവന്നു. അന്ന് കൊണ്ടുവരുന്ന ആലോചനകളെല്ലാം കുവൈറ്റിലും ദുബായിലും ഒക്കെ ജോലിയുള്ള പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് സുവിശേഷ വേല ആയിരിക്കും ദേവദാസന്മാരെ. എന്നാൽ മമ്മിയുടെ ആഗ്രഹം മുഴുവൻ സമയം സുവിശേഷ വേല ചെയ്യുന്ന ഒരാളെ വേണമെന്നാ. അപ്പോൾ മമ്മിയുടെ അപ്പച്ചൻ പറഞ്ഞു: ഓക്കെ, നിനക്ക് എങ്ങനത്തെ ഒരാളെ വേണ്ടത്? അപ്പൊ മമ്മി പറഞ്ഞ ഒരൊറ്റ കാര്യം ഇതാണ്: ഈ ഭൂമിയിൽ 1 സെന്റ് സ്ഥലമോ വസ്തുവോ വീടോ ബാങ്ക് ബാലൻസോ പുറം രാജ്യത്ത് നിന്ന് സപ്പോർട്ടോ ഒന്നും ഇല്ലാത്തൊരു ആൾ വേണോന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ മമ്മിയുടെ അപ്പച്ചനും അമ്മച്ചും ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു: പെന്തിക്കോസിൽ പോയി വട്ടായതാന്ന് പറഞ്ഞു. ഇപ്പൊ കേൾക്കുന്ന നിങ്ങൾക്കും ചിരി തോന്നാം, കാരണം ഇന്നത്തെ കാലത്ത് ആരും, നമ്മൾ പറഞ്ഞാൽ ആരും ചോദിക്കത്തില്ല. നമ്മൾ ഒരു പെൺകുഞ്ഞിനെ കെട്ടിച്ചു വിടുമ്പോൾ ഉറപ്പായിട്ട് നോക്കുന്നത് വീടുണ്ടോ വസ്തുവുണ്ടോ ഒക്കെ നോക്കിയാണ് വിവാഹം കഴിച്ചു വിടുന്നത്. എന്നാൽ എന്റെ മമ്മിയുടെ ആഗ്രഹം എന്തിനാന്ന് അന്ന് മമ്മിയുടെ അപ്പച്ചനും അമ്മച്ചിക്ക് മനസ്സിലായില്ല. എന്നാൽ മമ്മിയുടെ ഉള്ളിലെ ആഗ്രഹം ഇതായിരുന്നു. മമ്മി പറഞ്ഞത് ഇങ്ങനെയാ: തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബീന ഏലിയാവിനെ പോലെ കെരീത്തി പോകാൻ പറഞ്ഞ കെരീത്തി പോകണം, സാരാഫാത്തി പോകാൻ പറഞ്ഞ സാരാഫാത്തി പോകണം. ഒന്നും, അതായത് വസ്തുവോ വീടോ ഒന്നും ഒരു ബാധ്യതയായി തീരരുത്. നാളെ കർത്താവ് എവിടെ വിട്ടാലും അതായിരിക്കണം, കർത്താവിന്റെ വിളി ആയിരിക്കണം പ്രയോറിറ്റി. അതുകൊണ്ട് അതിനു വേണ്ടി പോകണം. അത് മാത്രമല്ല, ഭാവിയിൽ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിച്ച് തലമുറകളെ തന്നാൽ അവരെ വിശ്വാസ ജീവിതം എനിക്ക് എന്തെന്ന് പഠിപ്പിക്കണം.
അതുകൊണ്ട് തന്നെ ഇതൊന്നുമില്ലാത്ത ഒരാൾ വേണമെന്ന് പറഞ്ഞു. എന്തായാലും മമ്മിയുടെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു. എന്റെ പപ്പായുമായിട്ടുള്ള വിവാഹം ദൈവം നടത്തി കൊടുത്തു. എന്റെ പപ്പായുടെ പപ്പ ചെറിയ പ്രായത്തിൽ, പപ്പയ്ക്ക് 8 മാസം ഉള്ളപ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതുകൊണ്ട് തന്നെ പപ്പായെയും പപ്പയുടെ ജ്യേഷ്ഠ സഹോദരനെയുമായിട്ട് അമ്മച്ചി സ്വന്തം ഭവനത്തിലേക്ക് വന്നു. അമ്മച്ചിക്ക് കുടുംബ സ്വത്ത്, അതായത് ആങ്ങളയ്ക്കും പെങ്ങൾക്കുമായിട്ടൊരു അല്പം സ്വത്ത് മാത്രമേ ഉള്ളൂ. അതിൽ എന്റെ പപ്പായ്ക്കോ എന്റെ അമ്മച്ചിക്കോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വസ്തു ഇല്ല. അതുകൊണ്ട് തന്നെ അവര് അപ്പച്ചന്റെ കൂടെയാണ് കഴിഞ്ഞത്. എന്നാൽ അമ്മച്ചിക്ക് കിട്ടിയ വസ്തുവിന്റെ ഒരു ഭാഗം അമ്മച്ചിക്ക് അവിടുത്തെ അരീപ്പറമ്പിലുള്ള ഒരു ചർച്ചിന് വേണ്ടി അവർ ചോദിച്ചു. അങ്ങനെ അമ്മച്ചിക്ക് കിട്ടിയ ആ വസ്തുവിന്റെ ഒരു ഹാഫ് അമ്മച്ചി സഭയ്ക്ക് വേണ്ടി കൊടുക്കുവാനിടയായി തീർന്നു. അന്ന് അവർ സഭ അത് വാങ്ങുവാനിടയായി തീർന്നു. അങ്ങനെ ഉള്ള വസ്തുവിനകത്ത് അവര് ഉള്ള ഒരു കുഞ്ഞു വീടിനകത്ത് അവർ കഴിയുമ്പോൾ ആണ് എന്റെ പപ്പായുടെ കല്യാണാലോചന എന്റെ മമ്മിക്ക് വരുന്നത്. മമ്മിയുടെ വീട്ടുകാർ നോക്കുമ്പോൾ ഇതൊന്നും നടക്കാൻ സാധ്യതയില്ല, അവരുടെ കുടുംബത്തിനൊത്തോളം ഒന്നുമില്ല. എല്ലാവരും എതിർത്തു. എന്നാൽ മമ്മി പറഞ്ഞു, ഇതാണ് എനിക്കുള്ള ആള്. അങ്ങനെ ഈ ഭൂമിയിൽ 1 സെന്റ് സ്ഥലമോ വസ്തുവോ വീടോ ഒന്നും ഇല്ലാത്ത എന്റെ പപ്പായെ വിവാഹം കഴിക്കുവാൻ ഇടയായി തീർന്നു. അവരുടെ ആദ്യ മകളായി ജനിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി തന്നു. ഞാനിത് പറയാൻ കാരണം, ആ വിശ്വാസത്തിൽ മമ്മി നിന്നതുകൊണ്ടും മമ്മിയുടെ ഉറപ്പുള്ള വിശ്വാസത്തിൽ ഇറങ്ങിയത് കൊണ്ടും അപ്പച്ചൻ അന്നൊരു കാര്യം പറഞ്ഞു, നാളെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ പാല് കൊടുക്കാൻ പൈസയില്ല, വീട്ടിൽ അരി ഇല്ലെന്ന് പറഞ്ഞ് നീ ഇങ്ങോട്ട് കയറി വരരുത്. അന്ന് എന്റെ മമ്മി പറഞ്ഞ വാക്കിതാണ്, എന്റെ കർത്താവ് വിശ്വസ്തനാ, ഒരിക്കലും ഈ പടി കയറി വന്ന് ഒന്നുമില്ലെന്ന് ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. വിശ്വാസ ജീവിതം എളുപ്പമുള്ളതാണെന്ന് ഞാൻ പറയത്തില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് ആ മോള് പാട്ട് പാടിയപ്പോ പറഞ്ഞതുപോലെ നമ്മുടെ ഭാവിയെ കരുതുന്ന ഒരു ദൈവം, നാളെയെക്കുറിച്ച് വിചാരപ്പെടരുതെന്ന് അപ്പൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരപ്പെടേണ്ട, കർത്താവ് അന്നെന്നുള്ളതെല്ലാം നമുക്ക് കരുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. ഞങ്ങൾ ഫെയ്ത്ത് ഹോമിലാണ് വളർന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം പാഴ്സനേജ് എന്ന് പറയുന്നതിനേക്കാളും ഫെയ്ത്ത് ഹോം എന്ന് പറയുന്നതാ. കാരണം യഥാർത്ഥമായി ഞങ്ങളുടെ വീട് ഒരു ഫെയ്ത്ത് ഹോം ആയിരുന്നു. കാരണം രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം വേണമെങ്കിൽ പ്രാർത്ഥിച്ചാലേ ഭക്ഷണമുള്ളൂ. മമ്മി ഞങ്ങളെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ആദ്യം പഠിച്ചതെന്ന് പറയുന്ന മമ്മി പറഞ്ഞൊരു വാക്കാണ്, മോനെ നിന്റെ ഒരാവശ്യവും നീ എന്നോട് പറയരുത്, ഒരാവശ്യവും മോന്റെ പപ്പയോട് പറയരുത്. കാരണം പപ്പായും മമ്മിയും കർത്താവിന്റെ വേലക്കാരാ. പപ്പായും മമ്മിയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവർ മുണ്ടക്കയം വേലനിലം എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന സമയത്ത് അവര് പാഴ്സനേജില് ഒരു വളരെ പൊക്കത്തിലാണ് ചർച്ച്. അവര് വളരെ യാത്ര ചെയ്ത് ശുശ്രൂഷകൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവര് ഉണ്ടാക്കി വെച്ച ചോറും കറികളും ഒക്കെ അന്ന് അവർക്ക് പാഴ്സനേജ് എന്ന് പറയാനില്ല, ചർച്ചിനോട് ചേർന്ന് സാരിയും ഓലയും കൊണ്ട് മറച്ച ജസ്റ്റ് ഒരു കൊച്ചു മുറിയാണ് ഫെയ്ത്ത് ഹോം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തൂടെ പട്ടി അകത്ത് കയറി ചോറും കറികളും എല്ലാം തിന്ന് ഒന്നുമില്ലാതാക്കി സമയങ്ങളുണ്ട്. അപ്പൊ ഒന്നുമില്ല കഴിക്കാൻ. അങ്ങനെ എന്റെ മമ്മി എന്നെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒത്തിരി പട്ടിണി കിടന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഉണ്ടാവുന്നത്. അപ്പൊ എന്റെ മമ്മി പറഞ്ഞിട്ടുണ്ട്, ഒരു സമയത്ത് പാല് പോലും തരാൻ എനിക്കില്ലാതെ കഞ്ഞിവെള്ളത്തിനകത്ത് പഞ്ചസാര ഇട്ട് കുപ്പിക്കകത്ത് എനിക്ക് നൽകി തന്നിട്ടുണ്ട് പാലാന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു സമയം. എന്നാൽ ആ സമയത്ത് മമ്മി പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ നിന്റെ ആവശ്യം നീ കർത്താവിനോട് പറയാൻ. അങ്ങനെ ആ ചെറിയ പ്രായത്തിൽ ആ വിശ്വാസം പഠിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി തന്നു. ഇന്ന് ഞാൻ ഇത് എന്റെ ടെസ്റ്റിമണിയോട് കൂടെ വചനം പറഞ്ഞു. ഇന്ന് എനിക്ക് ഈ ദൈവമക്കളോട് പറയാനുള്ള ഒരു കാര്യം, ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, പലപ്പോഴും നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് കേൾക്കും, വിശ്വാസത്തെക്കുറിച്ചുള്ള വചനങ്ങൾ കേൾക്കും. ദൈവദാസന്മാർ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ദൈവവചനം. എപ്പോഴും കേൾക്കുന്ന വചനമാണ്, വിശ്വാസം വേണം, വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. എന്നാൽ ഈ ഒരു തലമുറയിൽ നിന്ന് എന്നെ കേൾക്കുന്ന മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ചില ഓൾഡർ ആയ ആൾക്കാരായതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതുപോലെ യങ് ആയ യുവാക്കന്മാർ എന്നെ കേൾക്കും. നിങ്ങളും ഭാവിയിൽ തലമുറകളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരോട് പറയുന്ന ഒരു വാക്ക് ഇതാണ്, ടീച്ച് യുവർ കിഡ്സ് ഫെയ്ത്ത്. പഠിപ്പിക്കുകയല്ല, പ്രാക്ടീസ് കൊടുക്കുക, പ്രാക്ടിക്കൽ നോളജ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അത് എന്റെ ജീവിതത്തിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ് പറയുന്നത്. പലപ്പോഴും തിയറി ഉണ്ട്. നമ്മുടെ പിള്ളേരോട് പറയും, മക്കളെ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കെന്ന് പറയും. എന്നാൽ നമ്മൾ പ്രാക്ടിക്കൽ കൊടുക്കത്തില്ല. എന്നാൽ എന്റെ ജീവിതത്തിൽ എന്നെ ദൈവം പഠിപ്പിച്ചതും എന്റെ മമ്മി പഠിപ്പിച്ചതും, മമ്മി വിശ്വാസം പഠിപ്പിക്കുന്നതിനോടൊപ്പം, എപ്പോഴും ദൈവവചനം പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മമ്മി അതിന്റെ പ്രാക്ടീസും കൂടെ തരും ഞങ്ങൾക്ക്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എന്നെ ആദ്യമായി മമ്മി സൺഡേ സ്കൂളിൽ ഇങ്ങനെ വീട്ടിൽ പഠിപ്പിക്കുന്ന സമയത്ത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥ പഠിപ്പിക്കുമ്പോൾ ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി യേശുപ്പച്ചൻ എങ്ങനെ 5 അപ്പം ഒത്തിരി പേർക്ക് കൊടുത്തു? മമ്മി പറഞ്ഞു, അതാണ് വിശ്വാസം. കർത്താവിന് എന്തും കഴിയും മോനെ, നിനക്കുള്ളതിന് ഈ കർത്താവിന് കൊടുത്ത കർത്താവ് അത് വർദ്ധിപ്പിച്ചു തരും. അപ്പൊ ഞാൻ ചോദിച്ചൊരു കാര്യം, മമ്മി എനിക്കുള്ളത് കർത്താവിന് കൊടുത്ത കർത്താവ് എല്ലാം വർദ്ധിപ്പിച്ചു തരുമോ? എല്ലാം വർദ്ധിപ്പിച്ചു തരും. നമുക്കുള്ളത് നമ്മൾ സന്തോഷത്തോടുകൂടെ കർത്താവിന് കൊടുക്കണം, അത് എന്തുമാകാം. അപ്പം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ ഒരു ബിസ്ക്കറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന. എനിക്ക് എന്റെ സ്കൂളിൽ പോകുമ്പോൾ ബാക്കി എല്ലാ പിള്ളേർക്കും സ്നാക്ക് പീരീഡിൽ സ്നാക്ക് കഴിക്കാനുണ്ട്, എനിക്ക് സ്നാക്സ് ഇല്ല കൊണ്ടുപോകാൻ. ആ സമയത്ത് എന്റെ തൊട്ടടുത്തിരുന്ന ഒരു കുഞ്ഞ് നല്ലൊരു
ബിസ്ക്കറ്റ് കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി കൊതി തോന്നി. അപ്പം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ മാറി ഇരുന്ന് കരഞ്ഞു. വീട്ടിൽ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മമ്മി എന്നോട് പറഞ്ഞു, മമ്മിയോടും പപ്പായോടും ഒന്നും പറയരുന്ന് പറഞ്ഞോട് പറയാനും പറ്റത്തില്ല. മമ്മി ആദ്യം പറഞ്ഞ പോയിരുന്നു പ്രാർത്ഥിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്ന് ഹോളിനകത്ത് പോയിരുന്നു ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുപ്പച്ച എനിക്ക് ആ ബിസ്ക്കറ്റ് തരണം. എനിക്ക് ബിസ്ക്കറ്റിന്റെ പേരറിയത്തില്ല, ആകെ അറിയാവുന്ന ചുമന്ന കവറിനകത്തുള്ള ബിസ്ക്കറ്റ്. ഞാൻ പോയിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി, യേശുപ്പച്ച എനിക്ക് ആ ബിസ്ക്കറ്റ് തരണം. അപ്പോ എനിക്ക് ബിസ്ക്കറ്റ് വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഞാൻ കാണുന്നത് യേശുപ്പച്ചൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ ഒരു പിക്ചറാ. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, എന്റെ ആ ചെറിയ ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ കാണുക യേശുപ്പച്ചൻ എന്റെ അടുക്ക വരുന്നതും എനിക്ക് ആ ബിസ്ക്കറ്റ് തരുന്നതും. ദൈവമക്കളെ, സംഭവിച്ചത് ഞാൻ ഈ പ്രാർത്ഥിച്ച് ഒരല്പസമയം കഴിഞ്ഞ് കളിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്റെ പപ്പായുടെ അമ്മാച്ചൻ, ഇന്ന് കർത്താവിന്റെ നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ കെ തോമസ്, അന്ന് കോട്ടയം IPCയുടെ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന ദീവദാസൻ, അദ്ദേഹം വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നു. എന്റെ പപ്പായുടെ അമ്മാച്ചനാ. അദ്ദേഹം വീട്ടിലോട്ട് വരുമ്പോൾ എനിക്ക് വണ്ടിയുടെ സൗണ്ട് കേട്ട് ഓടി ഞാൻ വരുമ്പോൾ അപ്പച്ചിയുടെ കയ്യിൽ 2 വലിയ കവറിനകത്ത് നിറച്ച് സാധനങ്ങളുണ്ട്. അപ്പം ഞാൻ ഓടി വന്നപ്പോ അപ്പച്ചി ഓടി ഇത് എന്റെ കയ്യിലോട്ട് കൊണ്ടെത്തും. അപ്പൊ ഞാനത് സന്തോഷത്തോടുകൂടി മേടിച്ച്, ഭയങ്കര കനവ, കാരണം ഒത്തിരി ഉണ്ട്. ഞാനത് മേടിച്ചുകൊണ്ട് അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട്, അന്നത്തെ പിള്ളേരുടെ എക്സൈറ്റ്മെന്റ് അറിയാമല്ലോ, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുത്തരും. ഓടിപ്പോയത് തുറന്നു നോക്കിയപ്പോ ഞാൻ പ്രാർത്ഥിച്ച ബിസ്ക്കറ്റ് ആണ് ഒരു കവർ നിറച്ചിരിക്കുന്നത്. ഒന്നാ ഞാൻ ചോദിച്ചത്, കർത്താപ്പച്ച എനിക്ക് ഒരു ബിസ്ക്കറ്റ് തരുമോ? ഞാൻ നോക്കിയപ്പോ ഒരു കവർ നിറച്ച് ഈ ബിസ്ക്കറ്റ്, മറ്റേ കവറിനകത്ത് ഒത്തിരി ബേക്കറി സാധനങ്ങളുണ്ട്, വേറെ ഒരുപാട് സാധനം. പെട്ടെന്ന് ഞാൻ എന്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി ഞാൻ യേശുപ്പച്ചനോട് ഒരു ബിസ്ക്കറ്റാ ചോദിച്ചത്, പക്ഷെ യേശുപ്പച്ചൻ എനിക്കൊരു ബേക്കറി മൊത്തം തന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ മമ്മി, ഞാനത് ഇന്നും പറയും, എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയും, മക്കളെ നിങ്ങൾ ഒരു ബിസ്ക്കറ്റ് ചോദിച്ച ബേക്കറി തരുന്നവനാണ് നമ്മുടെ ദൈവം. ഞാൻ ഇത് പ്രോസ്പെറിറ്റി ആയിട്ടല്ല പറയുന്നത്, പക്ഷെ എന്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചെറുതും വലുതുമായ ഏതൊരു ആവശ്യം, ഞാൻ ഈ ചെറിയ ബിസ്ക്കറ്റിന്റെ കഥ പറയുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതൊന്നും പറയാൻ നാണമില്ലേന്ന്. ഞാൻ എന്തിനാ നാണിക്കുന്നത്? എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ എന്റെ കുഞ്ഞു പ്രായത്തിൽ എന്റെ വിശ്വാസം വർദ്ധിക്കാനിടയായി തീർന്ന ഒരു ടെസ്റ്റിമണിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അന്ന് ആ വിശ്വാസം എന്റെ ഉള്ളിൽ കയറി. യേശുപ്പച്ചനോട് ചോദിച്ചാൽ യേശുപ്പച്ചൻ എന്തും തരും. അതെനിക്ക് മനസ്സിലായി. എന്റെ അപ്പയോട് ചോദിച്ചാൽ സത്യം ഞാൻ പറയാം, എന്റെ പപ്പയോട് ചോദിച്ചിരുന്ന പപ്പ കൂടിപ്പോയി 2 പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചു തരും. എന്ന കർത്താവ് തന്നപ്പം ബിയോണ്ട് മൈ ഇമാജിനേഷൻസ്, ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻസ് എന്റെ കർത്താവ് എനിക്ക് നൽകി തന്നു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ സേവിക്കുന്ന ദൈവം വലിയവനാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്നവൻ, നമ്മുടെ നെടുവീർപ്പ് അറിയുന്നവൻ, എന്റെ പപ്പായുടെയും മമ്മിയുടെയും ഉള്ള അവസ്ഥ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം. അന്ന് ഞാൻ ആ ദൈവ വിശ്വാസത്തിൽ വർദ്ധിക്കാൻ ഇടയായി. എന്നാൽ പിന്നീടുള്ള ജീവിതത്തിൽ മമ്മി പ്രാക്ടിക്കലായിട്ട് മമ്മി വിശ്വാസം ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. അതിലുള്ള ഒരു വിശ്വാസം കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഒത്തിരി ടെസ്റ്റിമണീസ് ഉണ്ടെങ്കിൽ ഞാൻ ചുരുക്കി ദൈവം എനിക്ക് തന്ന വചനത്തോട് അനുബന്ധിച്ച് ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ വിദ്യാഭ്യാസം ഞാൻ പഠിച്ചു തുടങ്ങിയ സമയം എന്ന് പറയുന്നത്, അറിയാലോ, 3-4 വയസ്സാകുമ്പോഴാണ് നമ്മളെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത്. ആ സമയത്ത് എന്നെ കൊണ്ട് ആദ്യം വിട്ടത് അംഗൻവാടിയിലാണ്. നാട്ടിലുള്ളവർക്ക് അറിയായിരിക്കും അംഗൻവാടി, കുഞ്ഞൊരു നഴ്സറി പോലത്തെ ഒരു സ്ഥലം. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ, കൂടെയുള്ള പിള്ളേരൊക്കെ എന്നോട് വരുമ്പോൾ വേറെ കുഞ്ഞുങ്ങളുണ്ട്, അവരൊക്കെ സ്കൂൾ ബാഗ് ഒക്കെ ഇട്ട് സ്കൂൾ ബസ്സിൽ പോകുന്നത് കണ്ടു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ മാത്രം നടന്നു പോകുന്നു. ഇവർക്കൊക്കെ യൂണിഫോം ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ആ സ്കൂളിൽ പഠിക്കണം. അപ്പൊ എന്റെ പപ്പായും മമ്മിയും പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് സാമ്പത്തികമില്ല എന്നെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊന്നും പഠിപ്പിക്കാനുള്ള ശേഷി എന്റെ പപ്പയ്ക്കും മമ്മിക്കും ഇല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയം, വിശ്വാസ ജീവിതവും ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. മമ്മി എന്നോട് പറഞ്ഞു, മോന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ ഇപ്പോഴും പറഞ്ഞു, മമ്മി എനിക്ക് ആ സ്കൂളിൽ പോകണം. ഞങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ കൂടെ ആ സ്കൂൾ ബസ് പോകുമ്പോൾ എനിക്ക് മമ്മി പറഞ്ഞു പോയിരുന്നു പ്രാർത്ഥിക്കാൻ. ഞാൻ അങ്ങനെ ദൈവമക്കളെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം പപ്പ വെക്കേഷൻ തുടങ്ങുവാണ്, വലിയവധി തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ പപ്പയോട് പറഞ്ഞപ്പോ എനിക്ക് ആ സ്കൂളിൽ പഠിക്കണം. പപ്പ പറഞ്ഞു, മോനെ നമുക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, പ്രാർത്ഥിക്കാം. പപ്പയോട് പറഞ്ഞു, അപ്പൊ എനിക്ക് സ്കൂൾ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ മക്കളെ, എന്റെ പപ്പ എന്റെ ആഗ്രഹത്തെ മാനിച്ച് എന്നെ സ്കൂൾ കൊണ്ട് കാണിക്കാൻ പോവാ. അപ്പം വെക്കേഷൻ ഒക്കെ ഏകദേശം തീരാറായി, അടുത്ത അക്കാഡമിക് ഇയർ തുടങ്ങുന്ന ആ ഒരു സമയമാണ്. എന്നെ ആ സ്കൂളിന്റെ വാതിൽക്ക് കൊണ്ടുവന്ന് ഞങ്ങളെ ഗേറ്റിന്റെ അവിടെ നിൽക്കുകയാണ്. ഗേറ്റിന്റെ അവിടെ നിൽക്കുമ്പം കുഞ്ഞല്ലേ, അപ്പൊ ഈ ഗേറ്റിൽ ഇങ്ങനെ പിടിച്ചു തൂങ്ങി കോൺവെന്റിന്റെ അകം മൊത്തം കാണുകയാണ്. ഈ കോൺവെന്റിന്റെ അകം കാണുന്ന സമയത്ത് ഈവനിങ് ടൈമാ, ഒരു സിസ്റ്റർ ചെടിക്ക് വെള്ളം നനച്ചുകൊണ്ട് അതുവഴി നടന്നു. അപ്പൊ സിസ്റ്റർ എന്നെ കണ്ടു. അപ്പൊ ചോദിച്ചു, പപ്പായെ കണ്ടിട്ട് ചോദിച്ചു, എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങളെ ആരെങ്കിലും കാണാനുണ്ടോ? പപ്പ പറഞ്ഞു, ഒന്നുമല്ല, ജസ്റ്റ് സ്കൂള് കാണാൻ വന്നാണെങ്കിൽ അകത്ത് വരണം, പുറത്ത് നിന്നാൽ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ വന്ന് ആ ഗേറ്റ് തുറന്ന് ഞങ്ങളെ അകത്ത് കയറ്റി സ്കൂൾ കോമ്പൗണ്ട് മൊത്തം കൊണ്ട് കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ വന്നപ്പോ പറഞ്ഞു, അപ്പൊ പപ്പ ഉള്ള കാര്യം പറഞ്ഞു, എന്റെ മോൾ ഇതുപോലെ അംഗൻവാടിയിലെ പഠിക്കുന്നതെന്നും അവർക്ക് ഇങ്ങനെ ഈ സ്കൂളിലെ ബസ് അതിലൂടെ ആഗ്രഹമുണ്ട്. അപ്പൊ അതിനെന്താ ഇവിടെ ചേർത്തോളൂ. പപ്പ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ചേർക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാനൊരു പാസ്റ്ററാണ്, എനിക്കൊരു കൊച്ചു ചർച്ച ഉള്ളത്, ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന മാസം ഡൊണേഷനോ അല്ലെങ്കിൽ മാസം ഫീസോ തരാനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പറ്റുന്നത് നമ്മൾ നോക്കിയാൽ പോരെ. അതുകൊണ്ടാണ് പിന്നെ അവരുടെ ഒരു ആഗ്രഹത്തിന് ഞാൻ സ്കൂൾ ഒന്നും കൊണ്ട് കാണിച്ചതാന്ന് പറഞ്ഞു.
ദൈവമക്കളെ ഇത് കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞു മോക്ക് ക്ലാസ് കാണണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് LKG ക്ലാസ് കൊണ്ട് കാണിച്ചു. എന്റെ കയ്യെ പിടിച്ചുകൊണ്ട് സിസ്റ്റർ അകത്ത് പോയി LKG ക്ലാസ് റൂം ഒക്കെ കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു മോക്ക് ഇവിടെ പഠിക്കണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പഠിക്കണം. കുഞ്ഞു പിള്ളേരല്ലേ, മനസ്സിൽ കളങ്കമില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറയാൻ തുടങ്ങി ഞാൻ യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, യേശുപ്പച്ചനോട് ഇന്നും പ്രാർത്ഥിച്ചു എനിക്ക് ഈ സ്കൂളിൽ പഠിക്കണമെന്ന്. അപ്പം സിസ്റ്ററിന് ഭയങ്കര സന്തോഷം. അപ്പൊ സിസ്റ്റർ ചോദിച്ചു മോൾ യേശുപ്പച്ചനോട് എന്തിനാ പ്രാർത്ഥന? എനിക്ക് സ്കൂൾ ഇഷ്ടം, എനിക്ക് സ്കൂൾ ബാഗ് ഒക്കെ ഇട്ട് സ്കൂൾ ബസ്സൊക്കെ കയറി സ്കൂളിൽ വരണം. അപ്പൊ സിസ്റ്റർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, പാസ്റ്റർ മോളെ കൊണ്ട് ഓഫീസിൽ വരാൻ പറഞ്ഞു. എന്നെ കൊണ്ട് ഓഫീസിൽ ചെന്നു. എനിക്ക് ഇന്നും ആ ഒരു ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ എന്നെ പിടിച്ച് സിസ്റ്ററിന്റെ ടേബിളിന്റെ മണ്ടയിൽ ഇരുത്തി. എന്നിട്ട് സിസ്റ്ററിന്റെ അടുത്ത് ഇരുത്തിയിട്ട് എന്നോട് ചോദിച്ചു മോക്ക് ഈ സ്കൂളിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സിസ്റ്റർ ഈ സ്കൂളിൽ മോളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ പപ്പ പറഞ്ഞു എന്റെ സിസ്റ്ററെ കൊച്ചിന്റെ ഉള്ളിൽ വേണ്ടാത്ത ആഗ്രഹങ്ങളൊന്നും കൊടുക്കരുത്, കുഞ്ഞു മക്കളാ. പിന്നെ അവൾ അത് പറഞ്ഞുകൊണ്ട് എന്റെ പുറകെ നടക്കും. എനിക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ല, ഇത്രയുള്ള ഡൊണേഷൻ തന്ന് ഈ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള സാമ്പത്തികം ഇല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ സിസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഞാൻ പാസ്റ്ററോട് ഡൊണേഷൻ ചോദിച്ചില്ലല്ലോ, ഈ കുഞ്ഞ് സ്കൂള് കാണാൻ ആഗ്രഹിച്ച് ഇതിന്റെ വാതകം വന്നിട്ട് ഞാൻ ഇവളെ നിരാശയോടെ പറഞ്ഞു വിട്ടാൽ അവളുടെ വിശ്വാസത്തെ അത് ബാധിക്കും. അവൾ വിശ്വസിക്കുന്നത് യേശു അപ്പച്ചനോട് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമെന്നാണ്. അതൊരു കത്തോലിക്ക സ്കൂളാണ്. അപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, അവളുടെ ആ വിശ്വാസത്തെ ഞാൻ കാണാതെ പോയാൽ അത് തെറ്റാ. അതുകൊണ്ട് ഞാൻ അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ആ ടീച്ചർ, ആ സിസ്റ്ററാണ് ആ സ്കൂളിന്റെ മാനേജർ എന്നുള്ളത്. സിസ്റ്റർ ഫ്രീ ആയിട്ട് ഒരു ഡൊണേഷനും കൊടുക്കാതെ എനിക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ തന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അടുത്ത മാസം ഇന്ന സമയമാകുമ്പോൾ സ്കൂൾ ബുക്കിനും യൂണിഫോമിനുള്ള പൈസയായിട്ട് വന്നാൽ മതി, അതിനകത്ത് ഞാൻ റിഡക്ഷൻ കുറച്ച് പൈസ തരാം, 500 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. മന്ത്ലി ഉള്ള സ്കൂൾ ഫീസിന്റെ കാര്യത്തിലും നമുക്ക് ഫോം വഴി ഉണ്ടാക്കാം, ഒരിക്കലും വിഷമിക്കണ്ട, ഇവൾ എന്തായാലും ഈ സ്കൂളിൽ പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ദൈവമക്കളെ ആ സ്കൂൾ അഡ്മിഷൻ കിട്ടി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, എന്ത് ചോദിച്ചാലും എന്റെ അപ്പൻ ചെയ്തു തരും. പക്ഷെ ചില ആഗ്രഹങ്ങൾ ദൈവമായിട്ട് നമ്മുടെ ഉള്ളിൽ തരുന്നതാ. അന്ന് എന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ട സമയത്ത് എന്റെ മമ്മിയുടെ ഫാമിലി കുറെ പേര് റിലേഷൻസ് ഒക്കെ പറഞ്ഞു പൈസ ഇല്ലാത്തടത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ വിടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് കളിയാക്കുകയും ഇത് എത്ര നാള് പോകുന്നു നമുക്ക് കാണാം, എത്ര ദിവസം പഠിക്കൂന്ന് കാണാം, ഫീസ് കൊടുക്കാതില്ലാതെ വരുമ്പം ബുദ്ധിമുട്ടുമ്പം നേരെ അംഗനവാടി കൊണ്ട് ചേർക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പരിഹസിക്കുകയും ദുഷിക്കുകയും ചെയ്ത ഒരുപാട് നിന്ദകളും പരിഹാസങ്ങളും കേട്ട ഒരു കാലഘട്ടമുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളാണ്. ഞാനാണ് വീട്ടിൽ മൂത്തത്, എനിക്ക് താഴെ 3 അനിയത്തിമാർ. അപ്പൊ ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളി അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും മനസ്സിലാകും, ഒരപ്പനും അമ്മയും 4 പെൺകുഞ്ഞുങ്ങളെ ഒരു വീടില്ല, വസ്തുവില്ലാത്ത വാടക വീടുകളിൽ കയറി ഇറങ്ങി നടക്കുമ്പോൾ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സമൂഹം എങ്ങനെയായിരിക്കും നമ്മളെ നോക്കിക്കാണുന്നത്. എന്നും നിന്നയാ. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞങ്ങൾ പല ഫംഗ്ഷൻസിനും പോകുമ്പോൾ എപ്പോഴും നിന്നയും എപ്പോഴും പരിഹാസവും നിന്നയും കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മമ്മിയുടെ ഫാമിലിയുടെ ഒക്കെ ഫംഗ്ഷൻസിന് പോകുമ്പോൾ എപ്പോഴും നിന്നോട് അന്നേ പറഞ്ഞത് വല്ല ഉള്ളതിനെ കെട്ടാൻ, ഒന്നും ഇല്ലാത്തതിനെ മതിയെന്ന് നീ പറഞ്ഞത് കൊണ്ടാ ഇന്നും വാടക വീടുകളിൽ കയറി ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ് ഇന്നും നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്യുമ്പോൾ എന്റെ മമ്മി പറയുന്ന ഒരു വാക്ക് എന്നെ എപ്പോഴും ധൈര്യപ്പെടുത്തും. എന്റെ മമ്മിയുടെ മുഖവും വിശ്വാസം എന്നെ ഇന്നും എന്റെ ലൈഫിൽ ഒരു റോൾ മോഡലായിട്ട് എന്റെ മമ്മി നിൽക്കുന്നത്. കാരണം എപ്പോഴും നിന്ദിക്കുമ്പോൾ മറ്റുള്ളവർ 4 പെൺമക്കളാ എന്ന് പറയും മമ്മി പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം എനിക്ക് ശരിയാ നിങ്ങൾ നോക്കുമ്പോൾ 4 പെൺമക്കളെയാ, എന്നാൽ ദൈവം എനിക്ക് 4 പെൺമക്കളെ അല്ല തന്നിരിക്കുന്നത്, അവർ കൃപയിൽ വളർന്നാൽ അവർ 4 പെണ്ണല്ല 4 പൊന്ന. മമ്മി എപ്പോഴും പറയുന്ന ഒരു വാക്കതാ. അപ്പൊ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. മമ്മി പറയും മക്കളെ നിങ്ങൾ ദൈവ കൃപയിൽ വളരണം, അത് വളർന്നാൽ നിങ്ങൾ 4 പെണ്ണല്ല 4 പൊന്ന. നിങ്ങളുടെ ഭാവിയെ കുറിച്ച് എനിക്ക് ഭാരമില്ല, കാരണം കർത്താവ് കരുതും. ദൈവമക്കളെ എന്റെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കത്തിൽ ഞാൻ ദൈവത്തിന്റെ കരം കണ്ടു. LKG തൊട്ട് അങ്ങനെ ദൈവകൃപയാൽ പഠിക്കാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ 10th ഗ്രേഡ് കഴിഞ്ഞു, 12th എത്തി. അതൊക്കെ അത്ഭുതമാ. ദൈവം അത്ഭുതകരമായി എന്നെ നടത്തിയത്. ഇതിന്റെ ഇടയിൽ ഒത്തിരി പട്ടിണി കിടന്നിട്ടുണ്ട്, അതൊന്നും ഞാൻ പറയാൻ ഇപ്പൊ സമയം എടുക്കുന്നില്ല. ദൈവം ശരിക്കും ഞാൻ ഇപ്പോഴും പറയും, എപ്പോഴും പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തരുന്നല്ല. അതിന്റെ ഇടയ്ക്ക് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പെട്ടെന്ന് മറുപടി തരത്തില്ല. അത് എന്തിനാ? ചിലത് നമ്മളെ പഠിപ്പിക്കാനാ. കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. ചോദിച്ചതെല്ലാം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്, ഞാൻ ചോദിച്ചാലും നിലച്ചാലും അത്യന്തപരമായി തന്നിട്ടുണ്ട്. എന്നാൽ അതേ സമയം യെസ് എന്നുള്ള ആൻസറും എനിക്ക് ലഭിച്ചിട്ടുണ്ട്, വെയിറ്റ് എന്നുള്ള ആൻസറും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നെ ഒത്തിരി ദൈവം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യത്തിൽ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ചിലത് നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ആൻസേഴ്സിലൊക്കെ പഠിച്ച ഒരു വ്യക്തിയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ ലൈഫ് ഓഫ് ഫെയ്ത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ. അതുപോലെ ദൈവം നോ എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞാൽ എന്റെ മമ്മി വിശ്വാസ ജീവിതത്തിലാ.
വിശ്വാസ ജീവിതത്തിൽ മമ്മി വളർന്നുകൊണ്ട് തന്നെ മമ്മി മരുന്ന് ഉപയോഗിക്കത്തില്ല. ഞങ്ങളെ 4 മക്കളെയും പ്രസവിച്ചത് വീട്ടില്ല. മമ്മി മരുന്ന് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളർന്നപ്പോഴും ഞങ്ങൾ BCGയോ പോളിയോയോ വാക്സിൻസോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ആർക്കും ഹോസ്പിറ്റൽ എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് പ്രാർത്ഥന. എന്റെ മമ്മി എപ്പോഴും പ്രാർത്ഥിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, രോഗം ദുഃഖം എന്ത് വന്നാലും, ഞങ്ങൾക്ക് ഒത്തിരി രോഗങ്ങളും ദുഃഖങ്ങളും വന്നിട്ട് ആ സമയത്തൊക്കെ മമ്മി ചെയ്യുന്ന, വാ മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. അതാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത്. പ്രാക്ടിക്കൽ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ മമ്മി എപ്പോഴും പറയും, നമ്മൾ ഇപ്പോഴും പ്രസംഗിക്കും യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. മമ്മി ചോദിക്കുന്നു, എന്തുകൊണ്ട് നിനക്ക് വിശ്വസിച്ചുകൂടാ? യേശു നിന്റെ ഈ രോഗത്തെ വിടുവിക്കുമെന്ന് എന്തുകൊണ്ട് കുഞ്ഞിന് വിശ്വസിച്ചുകൂടാ? അതുകൊണ്ട് ബാ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് മമ്മി ഞങ്ങൾ ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് മമ്മി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അങ്ങനെ വിടുതലുകൾ പ്രാപിപ്പാനിടയായി തീർന്നു. രോഗ സൗഖ്യം തരുന്ന ഒരു ദൈവത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അതുപോലെ തന്നെ നോ എന്ന് പറഞ്ഞൊരു ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ പഠനം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ടീച്ചർ ആവണമെന്ന്. അപ്പം +2 കഴിഞ്ഞ് അടുത്തത് എന്തെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഒന്ന്, എന്റെ വീട്ടിൽ സാമ്പത്തികമില്ല എന്നെ പഠിപ്പിക്കാൻ. 2, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് വലിയ പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചർ ആവണം, ഒരു പ്രൊഫസർ ആകണം എന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ദിവസം പെട്ടെന്ന് തന്നെ, അറിയാലോ നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനം, സയൻസ് ഗ്രൂപ്പിലുണ്ട്, നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് നമ്മളൊരു ഡിസിഷൻ എടുക്കുമല്ലോ, അടുത്ത ഭാവി എന്താ നോക്കും, നമുക്ക് ഇഷ്ടമുള്ള കാരിയർ നമ്മൾ ചൂസ് ചെയ്യും. ഞാനിങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചെങ്കിലും പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കണം. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുമ്പോൾ എന്റെ പപ്പായുടെ ഒരു അമ്മാച്ചൻ മധ്യപ്രദേശിൽ നാട്ടിൽ വന്നു. അദ്ദേഹത്തിന് അന്ന് അവിടെ ഒരു സ്കൂളുണ്ട്, നീമച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അദ്ദേഹം പെട്ടെന്ന് ആൽഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അദ്ദേഹം ഓടി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവളെ കൊണ്ടുപോളാം, ഒരു കാര്യം ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ, 8 തൊട്ട് 1 വരെ കുഞ്ഞു പിള്ളേരെ, LKG UKG പിള്ളേരെ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ നിനക്ക് വേണമെങ്കിൽ ജസ്റ്റ് അവരെ എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്ത് നിൽക്കുക, ഞാൻ തുച്ഛമായ ഒരു സാലറി നിനക്ക് തരാം, അതുകൊണ്ട് നിനക്ക് ഈവനിങ് ക്ലാസ് ആയിട്ട് എന്തെങ്കിലും പഠിക്കാം, കോളേജിൽ പഠിക്കാം. അപ്പൊ എനിക്കൊരു ആഗ്രഹം, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എല്ലാം എടുത്ത് പഠിക്കാം എന്നോർത്ത് ഞാൻ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ പോയി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് 2007 ജൂൺ മാസത്തിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ജൂൺ 30-ലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഞാനും പപ്പായും എല്ലാം പ്ലാൻ ചെയ്ത് റെഡിയായി. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആൻഡ് സന്തോഷം, കാരണം ഞാൻ +2 കഴിഞ്ഞ ഉടനെ ടീച്ചർ ആകാൻ പോകുന്നതിന്റെ ഒരു സന്തോഷം. പക്ഷെ എന്റെ ആഗ്രഹം കൊച്ചു പിള്ളേരെയല്ല, വലിയ പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചർ ആവണമെന്ന്, എന്നാലും കൊച്ചതിൽ തുടങ്ങാം എന്നുള്ള സന്തോഷത്തിൽ എല്ലാം പ്ലാൻ ചെയ്ത് പാക്ക് ചെയ്തിരിക്കുമ്പോൾ, അങ്ങനെ ഇരിക്കുമ്പോൾ യാത്ര പറയാൻ വേണ്ടി യാദൃശികമായി ഞാൻ ഒരു ദൈവദാസനെ കാണുകയാണ്. വേറെ ആരുമല്ല, നമ്മളിപ്പോ കല്ലുമല ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് പലർക്കും അറിയാം, കിടങ്ങന്നൂർ കുഞ്ഞു വെഞ്ചാൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹവും എന്റെ മമ്മിയുടെ ഞങ്ങളുമായിട്ട് നമുക്ക് ഒരു അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. കാരണം എന്റെ മമ്മി രക്ഷയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹമായിരുന്നു അമ്മേനൂര് പാസ്റ്റർ ആയിട്ടിരുന്നത്, കല്ലുമല ചർച്ചിന്റെ പാസ്റ്റർ ആയിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഭേദ്യമായ ഒരു ആത്മീക ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയിട്ട് സമയങ്ങൾ ചെലവഴിക്കാറുണ്ട്. അങ്ങനെ ആ ദേവദാസിന്റെ അടുക്ക് യാത്ര പറയാൻ വേണ്ടി ഞാൻ ചെന്നതാ. യാത്ര പറയാൻ വേണ്ടി ചെന്ന ഞാൻ ചെന്നു, എന്നോട് അപ്പച്ചൻ ചോദിച്ചു എവിടെയാ പോകുന്നത്, ഞാൻ പറഞ്ഞു ഇങ്ങനെ പോവാ, ഇതുപോലെ നോർത്ത് ഇന്ത്യക്കാ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. സംസാരിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുക പോലും അല്ല, ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ദേവദാസൻ എന്നോട് പറയുക, മോശയുടെ മുമ്പിൽ 2 വഴിയുണ്ട്. ഒന്ന്, തന്റെ ജനമായ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുക. 2, യിത്രോവിന്റെ ആടുകളെ നോക്കി ആയിരിക്കുന്നിടത്ത് തന്നെ ആകുക. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഇതുപോലെ നിന്റെ മുമ്പിൽ 2 വഴിയുണ്ട്. ഒന്ന്, നീ ഇപ്പോൾ തെരഞ്ഞെടുത്ത വഴി. 2, എന്റെ വഴി. എന്റെ വഴി വേറൊന്നുമല്ല, നഴ്സിംഗ് ആന്ന് പറഞ്ഞു. നീ നഴ്സിംഗ് എടുക്കണോന്ന് പറഞ്ഞു. ഇത് കേട്ടതോടെ ടിക്കറ്റ് എടുത്തിരിക്കുക, മനസ്സിൽ ഒത്തിരി, നമ്മൾ പറഞ്ഞ ചില്ലുകൊട്ടാരം കെട്ടിരിക്കുന്ന പോലെ ഡ്രീംസ് എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് കിടന്നു. നമ്മുടെ പ്ലാനുകളെല്ലാം മാറ്റുക. പെട്ടെന്ന് ഞാൻ ഒരു ഡൗട്ട്, കർത്താവേ, ഇത് ശരിക്കും ദൈവശബ്ദം തന്നെയാണോ? കാരണം ഞാൻ മരുന്നെടുക്കാത്ത ഒരാളാ, നമ്മൾ രോഗികളെ പ്രാർത്ഥിച്ച് വിടുവിക്കണമെന്ന് പ്രസംഗിക്കുന്ന ഒരു അമ്മയുടെ അപ്പന്റെ മോളാ. കർത്താവ്, ഞാൻ മരുന്നെടുക്കാത്ത ഞാൻ എങ്ങനെ പോയി ഒരു നേഴ്സ് ആകും? എന്റെ ആദ്യത്തെ ചോദ്യം. പക്ഷേ തിരിച്ചു വരുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര അസ്വസ്ഥയാണ്, ഭയങ്കര വിഷമം വരുന്നു, സങ്കടം വരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ എന്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി എന്നോട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, മോനെ, ഞാൻ ഇതുവരെ നിന്നോടൊന്നും മിണ്ടിയില്ല, കാരണം ഇത് നീ ചാടിക്കേറി എടുത്തൊരു തീരുമാനം. നീ ദൈവത്തോട് ചോദിച്ചോ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്. നീ ദൈവത്തിന്റെ പൈതലല്ലേ, നീ ദൈവത്തോട് ചോദിച്ചോ കർത്താവിന് എന്താ ഇഷ്ടമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചില്ല. ഞാൻ ഓർത്തു, ഞാൻ പ്രാർത്ഥിച്ചതുപോലെ അങ്കിള് വരുന്നു, വഴി തുറക്കപ്പെടുന്നു, അപ്പൊ ഞാൻ ഓർത്തു ഇതാണ് വഴിയെന്ന്. മമ്മി പറഞ്ഞു, നോ, നീ ദൈവത്തിന്റെ വഴിയായിരുന്നു ചോദിക്കേണ്ടത്. ആകെ ഒരു കാര്യം ചെയ്യും, ഞാനും ഇരിക്കാം, നമുക്ക് ഒരുമിച്ച് കുറച്ച് ദിവസം ഉപൂസ്റ്റ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 21 ദിവസം എന്റെ പപ്പായും മമ്മിയും ഞാൻ ഉച്ചവരെ ഞങ്ങൾ ഒരുമിച്ച് ഉപൂസ്റ്റ് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ വിഷയത്തിന് വേണ്ടി. കർത്താവെ, അങ്ങ് എന്നോട് നഴ്സിംഗ് എടുക്കാൻ പറഞ്ഞു, ഇനി അങ്ങ് എന്നോട് യഥാർത്ഥമായിട്ട് സംസാരിക്കണം.
ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദൈവസന്നിധി വെച്ചൊരു കാര്യം, കർത്താവെ, നഴ്സിംഗ് എടുക്കാൻ അങ്ങ് പറയുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എന്നോട് സംസാരിക്കണം. 2, നഴ്സിംഗ് എടുക്കുക എന്ന് പറഞ്ഞ എന്റെ മുമ്പിൽ വലിയൊരു വിഷയമാണ്. കാരണം എനിക്ക് പഠിപ്പിക്കാൻ എന്റെ പപ്പയ്ക്കും എനിക്ക് മാർഗമില്ല. ലോൺ എടുക്കണമെങ്കിൽ വെക്കാൻ വീടിന്റെ ആധാരമില്ല. ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. ഞാൻ എങ്ങനെ നഴ്സിംഗ് എടുക്കും? ആദ്യത്തെ 5 ദിവസം ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 6ാമത്തെ ദിവസം എനിക്ക് മാവേലിക്കരയുള്ള ഒരു അങ്കിള് തന്നെ എന്നോട് എനിക്ക് ബാംഗ്ലൂരിലുള്ള ഒരു കോളേജിന്റെ പേര് എനിക്ക് പറഞ്ഞു തന്നു. ബാംഗ്ലൂരിലുള്ള എബനേസർ കോളേജ് ഓഫ് നഴ്സിംഗ്. എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു കോളേജ് ഉണ്ട്, പെന്തിക്കോസാര കോളേജാ, നമുക്കറിയാവുന്ന ഒരു അങ്കിളാണ് നടത്തുന്നത്, മോക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, എന്നാ അതിന്റെ ഫീ സ്ട്രക്ചർ ഒക്കെ അയച്ചു തരാൻ പറഞ്ഞു. തന്നു. പക്ഷെ എനിക്ക് എന്നിട്ടും മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, ദൈവശബ്ദത്തിന് മുമ്പ് കീഴടങ്ങാൻ അല്ലെങ്കിൽ അനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. എന്റെ ഇച്ഛകൾ എന്നെ അങ്ങോട്ട് അനുവദിക്കുന്നില്ല. എന്നാൽ ആ ദിവസം എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചേ പറ്റൂ. മോശയും ദൈവവും തമ്മിൽ ചൂരച്ചെടിയുടെ സൈഡിൽ ഒരു എൻകൗണ്ടർ ഉള്ളതുപോലെ കർത്താവ് ഞാനുമായിട്ടൊരു എൻകൗണ്ടർ ദൈവം എനിക്ക് ഒരുക്കി തന്നു. ഒരു രാത്രി ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിപ്പാൻ ഇടയായി തീർന്നു. രാത്രിയിൽ വചനമൊക്കെ വായിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും, മനസ്സ് ഭയങ്കര കലങ്ങിയിരിക്കുമ്പോൾ ഞാൻ എന്റെ കട്ടിലിന്റെ എന്റെ അടുക്കൽ ഒരാൾ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കും. നീ എന്തിനാ മനസ്സ് കലങ്ങിയിരിക്കുന്നത്? ഇത് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയ വഴിയാ. എനിക്ക് നിന്നെ ചിലത് പഠിപ്പിക്കാനുണ്ട്. നീ ഇപ്പോൾ പോകാൻ പോകുന്ന ഒരു ട്രെയിനിങ് സ്റ്റേഷനിലോട്ടാന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല അപ്പം. പക്ഷെ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ സത്യമാ, എന്റെ നഴ്സിംഗ് പീരീഡ് എന്ന് പറയുന്നത് ദൈവം എന്നെ പഠിപ്പിക്കാൻ കൊണ്ടുപോയിട്ട ഒരു ശാലയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എന്നെ ദൈവം പഠിപ്പിച്ചു. വിശ്വാസം എന്തെന്ന് പഠിപ്പിച്ചു, പ്രാർത്ഥനയുടെ ബലം എന്തെന്ന് പഠിപ്പിച്ചു, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും എങ്ങനെ നിൽക്കണമെന്ന് പഠിപ്പിച്ചു, അല്ലെങ്കിൽ വേർപാടിന് വേണ്ടി എങ്ങനെ നിൽക്കണമെന്ന് പഠിപ്പിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാലം. ഒത്തിരി വേദനകൾ, ഒരുപാട് കാര്യങ്ങളിൽ കൂടി ദൈവം എന്നെ കടത്തിവിട്ടു ആ സമയം. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്ന ഒരു സമയമാണത്. ദൈവമക്കളെ, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നടന്ന കാര്യം ഞാൻ പെട്ടെന്ന് ഷോർട്ടാക്കി പറയണം, ഒന്നും വിശദീകരിച്ച് പറയുന്നില്ല. എന്റെ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയറിന്റെ 16ാമത്തെ ദിവസം ഞങ്ങൾ ബാങ്കിൽ പോവുക ലോണിന് വേണ്ടി. ലോണിന് പോകുന്ന സമയത്ത് അവിടെ പോയി ഇരുന്നു. എന്റെ ഫ്രണ്ടിൽ ഒത്തിരി പേര് ഇങ്ങനെ പോയിരിപ്പുണ്ട് ലോണിന് വേണ്ടി. എല്ലാവരും പോയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആ മനുഷ്യൻ ഒരു ഭയങ്കര, ഇങ്ങനെ പറയുന്നത്, മൊരടനായ മനുഷ്യനാണ്, ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കത്ത് പോലും ഇല്ല. ബാങ്ക് മാനേജറിനെ കുറിച്ച് പറയുന്ന വാക്കാ. പറയാ ഭയങ്കര ദേഷ്യക്കാരനാണ്. നമ്മൾ ചോദിക്കുന്നതിനൊന്നും അദ്ദേഹം മറുപടി പറയത്തില്ല. ഒരു പേപ്പറുമായിട്ട് വരുമ്പോ പറയും വേറൊരു പേപ്പർ കൊണ്ടുവരാൻ. ഇങ്ങനെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ഓർത്തു, കർത്താവെ, ഇവർക്കൊക്കെ പേപ്പർ ഉണ്ടായിട്ട് ഞാൻ പേപ്പർ ഇല്ലാതെയാ ചെല്ലുന്നത്, എനിക്ക് വീടില്ല, ആധാരമില്ല, ഒന്നും ഇല്ലാതെ ചെല്ലുന്നത്, എന്നോട് എന്തായിരിക്കും എന്നോർത്ത് അവിടെ നിന്ന്. ഇപ്പൊ മമ്മി പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ പ്രാർത്ഥനയിലാണ്, ഉപവാസമായതുകൊണ്ട് മമ്മി പറഞ്ഞു, മോനെ, നീ അവിടെ ചെല്ലുമ്പോ തൊട്ട് നീ പ്രാർത്ഥിക്കണം, കർത്താവ്, എനിക്ക് മുമ്പായി നിന്റെ ദൂതനെ ആ മുറിക്കുള്ളിൽ ഇറക്കണം, എനിക്ക് വേണ്ടി അങ്ങ് സംസാരിക്കണം എന്ന് നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ടേൺ ആയപ്പോൾ ഞങ്ങൾ ആ മുറിക്കകത്തേക്ക് കയറി. അപ്പൊ ഞാൻ ആ മുറിക്കകത്തോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ, എനിക്ക് വേണ്ടി നിന്റെ ദൂതനെ അവിടെ ഇറക്കണമേ, രാജാവിന്റെ മനസ്സ് നിന്റെ സന്നിധിയിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു, അങ്ങേക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അങ്ങയുടെ മകളായി ഞാൻ അങ്ങയുടെ വാക്കനുസരിച്ച് പോകാൻ തീരുമാനമെടുത്ത് നഴ്സിംഗിന് പോകാൻ ഞാൻ റെഡിയായി വരുമ്പോൾ അങ്ങ് എനിക്ക് വേണ്ടി വഴി തുറക്കണം. ഇത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് അകത്ത് ചെന്നു. കണ്ട ഉടനെ ഞങ്ങളുടെ മുഖത്തോട്ട് പോലും നോക്കുന്നില്ല, ടേബിളിൽ ഇരിക്കുക, എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കും. പെട്ടെന്ന്, ലോണിനാണോ? അതെ, ലോണിനാ. ഓക്കെ, മാർക്സ് ഷീറ്റ് ഇതാ. ഞാൻ മാർക്സ് ഷീറ്റ് കൊടുത്തു. ഷീറ്റ് കൊടുത്ത ഉടനെ അദ്ദേഹം നോക്കി. മാർക്സ് ഷീറ്റ് മേടിക്കുമ്പോഴും എന്റെ മുഖത്ത് നോക്കാത്ത മനുഷ്യൻ എന്റെ മാർക്സ് കാർഡ് എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട് 10ന്റെയും 12ന്റെയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. 12ന്റെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് അദ്ദേഹം എന്റെ മുഖത്തേക്ക് നോക്കി. ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഇതെന്തോ പേരാണ്? ബിക്കോസ് എന്റെ പേര് അക്സ എന്നുള്ളത് AXA എന്ന് എഴുതിയിരിക്കുന്നത്. ക്യാപിറ്റലിൽ നോക്കുമ്പോൾ AXA എന്നുള്ളത് കാണുമ്പോൾ A*A എന്ന് എഴുതിയിരിക്കുന്ന പോലെ AXA. പെട്ടെന്ന് അദ്ദേഹം ചോദിക്കും, ഇത് എന്തോ പേരാണ്? അപ്പം ഞാൻ പറഞ്ഞു, അക്സ. എന്തുവാ? അക്സ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അദ്ദേഹം ഒരു നായരാ. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഫോറിൻ പേരാണോ? ഞാൻ പറഞ്ഞു, അതെ, ഫോറിൻ പേരാ. നാട്ടിലെ പേരല്ലല്ലോ, ഫോറിൻ പേരാണല്ലോ. ഞാൻ പറഞ്ഞു, അതെ, ഫോറിൻ പേരാ. എവിടുന്ന ഈ പേര് കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബൈബിളിലെ പേര്. പെട്ടെന്ന് അദ്ദേഹം എന്നോട് ചോദിക്കുക, ബൈബിളിലെയോ? ബൈബിളിൽ എവിടെ? ഞാൻ പറഞ്ഞു, ബൈബിളിൽ പഴയ നിയമത്തിൽ യോശുവ എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ് ഈ പേര്. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ഇരിക്കാൻ. ഞങ്ങളെ അവിടെ ഇരുത്തി. എനിക്കും പപ്പയ്ക്കും സീറ്റ് തന്നു. പെട്ടെന്ന് അദ്ദേഹം, സമയമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് സമയമുണ്ട്. പെട്ടെന്ന് അദ്ദേഹം കുനിഞ്ഞ് അദ്ദേഹത്തിന്റെ ഡ്രോയറിൽ ഇരുന്ന ഒരു വലിയ കത്തോലിക്കരുടെ വലിയൊരു റെഡ് ബൈബിൾ എടുത്ത് എന്റെ ഫ്രണ്ടിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വർഷങ്ങളായിട്ട് ഈ ബൈബിൾ വായിക്കുന്നു, ഞാൻ എല്ലാ മതഗ്രന്ഥങ്ങളും വായിക്കും, അതുപോലെ വായിച്ചതാ ബൈബിൾ വായിച്ചിട്ട് ഞാൻ ഇന്ന് വരെ ആ പേര് കണ്ടിട്ടില്ലല്ലോ. അപ്പം എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞു. ബൈബിൾ എന്റെ നേരെ നീട്ടി. ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്തു. യോശുവയുടെ പുസ്തകം എടുത്ത് ഞാൻ ആ വചനം എടുത്ത് അതിനകത്തുനിന്ന് അക്സയുടെ വചനം, ആ ഭാഗം എടുത്ത് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിലേക്ക് വെച്ചു. അദ്ദേഹം ആ ഭാഗം
സമയമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അവിടുന്ന് ബൈബിൾ വായിക്കും, ഞങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കും. ഞാൻ ആ പാരഗ്രാഫ് എടുത്തു കൊടുത്ത് അദ്ദേഹം വായിക്കും. അപ്പൊ പെട്ടെന്ന് വായിക്കുമ്പോൾ എന്റെ ഉള്ളിൽ പ്രേരണ ദൈവാത്മാവ് തരുമോ പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ പപ്പാടെ കയ്യിൽ ഇങ്ങനെ പിടിച്ച്, ഞാനും പപ്പയുടെ കരത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങയുടെ വചനം ജീവനുള്ള വചനമാ, അത് ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാ, പ്രാണനെയും സന്ധി മഞ്ചുകളെയും തുളച്ചു ചെല്ലുന്നതാ. അങ്ങയുടെ വചനത്തിന് ചെയ്യാനുള്ള പ്രവൃത്തി അങ്ങ് ഇപ്പോൾ ചെയ്യണം. കാരണം വചനത്തിന് എന്തും പ്രവർത്തിക്കും. ഞാൻ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒരു നായരായ മനുഷ്യന് യോശുവയുടെ പുസ്തകത്തിലെ ഞാൻ എടുത്തു കൊടുത്തത് കാലേബിന്റെ മകൾ അക്സ കാലേബിന്റെ അടുക്ക വന്ന് അവകാശം ചോദിക്കുന്ന ഭാഗമാണ്. എന്നാൽ ആ ഭാഗം ഞാൻ പറഞ്ഞ പെന്തുക്കോസുകാരെ നമ്മളൊക്കെ ഇത് വ്യാഖ്യാനം നമുക്കറിയാതെ, പക്ഷെ നായരായ മനുഷ്യന് ഇത് കൊടുത്താൽ അദ്ദേഹത്തിന് എന്ത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങ് സംസാരിക്കണം, അങ്ങ് ഇടപെടണം, അങ്ങ് വ്യാഖ്യാനിച്ചു കൊടുക്കണം. വായിച്ചു കഴിഞ്ഞ ഉടനെ അദ്ദേഹം എന്നോട് പറയുക, ഇങ്ങനെ നോക്കിയിട്ട് എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് നേരെ എന്റെ പപ്പാടെ നേരെ ഫേസ് ചെയ്തിട്ട് ചോദിച്ചു, ഇതിനകത്ത് പറയുന്ന അക്സ അപ്പന്റെ അടുക്ക വന്ന് അവകാശം ചോദിച്ചു മേടിക്കുന്നവളാ, ഈ മോൾ അങ്ങനത്തെ ആളാണോ? പെട്ടെന്ന് ഞാൻ ഷോക്കായി പോയി. കാരണം പാസ്റ്റർമാര് പ്രസംഗിക്കുന്ന വാക്കാ അത്. അപ്പനോട് അവകാശം ചോദിച്ചു വാങ്ങിയ അക്സ. ഞാൻ ഓർത്ത, കർത്താവ്, ഈ മനുഷ്യൻ എങ്ങനെ ഇത് മനസ്സിലായത്? പെട്ടെന്ന് എന്റെ പപ്പ പറഞ്ഞു, ശരിയാ, ഇതിനകത്തെ അക്സ അവകാശം ചോദിച്ചു വാങ്ങുന്നുള്ള, പക്ഷെ എന്റെ മോക്കൊരു പ്രത്യേകതയുണ്ട്, ഇവൾ ഇന്ന് വരെ എന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പൊ ചോദിച്ചു, ഒന്നും പറഞ്ഞിട്ടില്ലേ മമ്മി? പപ്പ പറഞ്ഞില്ല. അപ്പൊ അവക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിലോ അവള് പ്രാർത്ഥിക്കും. അപ്പൊ ചോദിച്ചു, പ്രാർത്ഥിക്കാന്നോ? പ്രാർത്ഥിച്ചാൽ എന്നാ കിട്ടാനാ? അപ്പൊ ചോദിച്ചു, ഇപ്പൊ നിനക്ക് ഇപ്പൊ ആ പുള്ളി ചിരിക്കുവോ, പുള്ളി കളിയാക്കിയിട്ട് ചോദിക്കുവോ, ഇപ്പൊ നിനക്ക് ഒരു കുപ്പി വെള്ളം വേണം, നീ ദൈവത്തോട് ചോദിക്കുവോ? ഞാൻ പറഞ്ഞു, ദൈവത്തോട് ചോദിക്കും. അതെന്താ പപ്പാടി ചോദിക്കാതെ? അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പപ്പായുടെ കയ്യിൽ അതിനുള്ള പൈസ ഇല്ലെന്ന് എനിക്കറിയാം. പെട്ടെന്ന് അദ്ദേഹം ഒരു മിനിറ്റ് മിണ്ടാതിരുന്നു. എന്നിട്ട് എന്റെ മുഖത്തേക്ക് ചോദിച്ചു, അതിന് ദൈവം നിന്നോട് നീ ഒരു കുപ്പി വെള്ളം ചോദിച്ചാൽ ദൈവം നിനക്ക് വെള്ളം തന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, തന്നിട്ടുണ്ട്. അതൊരു തുടക്കമായി. ഞാൻ എന്റെ ചെറിയ പ്രായം തൊട്ട് എന്റെ ദൈവം എനിക്ക് ചെയ്തു തന്ന സകല ടെസ്റ്റിമണി അവിടുന്ന് പറയാൻ ദൈവം എനിക്ക് കൃപ നൽകി തന്നു. ഈ സമയം ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ആയിരിക്കുന്ന സമയം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഓക്കെ, ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ മീറ്റ് ചെയ്യുന്നത്. ഞാൻ ദൈവവിശ്വാസികളെ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ മീറ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്കറിയത്തില്ല ഇത് എന്ത് തരം വിശ്വാസമാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ കാര്യം പറഞ്ഞു, സാറേ, എനിക്ക് വീടില്ല, വസ്തുവില്ല, ഇതെല്ലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, നീ ഇപ്പൊ പോ, നീ അടുത്ത ദിവസം ഞാൻ വിളിക്കുമ്പോൾ നീ എന്റെ അടുക്ക വരണം, ഞാൻ നിനക്കുള്ള ആൻസർ തരാം. എങ്ങനെയാവുന്നൊന്നും എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്ക ചെല്ലുമ്പോൾ, ഞാൻ ഷോർട്ടാക്കി പറയുകയാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കിതാണ്, മോളെ, നിനക്ക് വീടില്ല, വസ്തുവില്ല, ആധാരം ഇല്ല, ഇതൊക്കെ എനിക്കറിയാം. പിന്നെ ഉള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ആ രീതിയിൽ എനിക്ക് നിനക്ക് ലോൺ തരാൻ പറ്റത്തില്ല. പിന്നെ ഒരു ഓപ്ഷനേ ഉള്ളൂ, നിനക്ക് വേണ്ടി ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാനുണ്ടോ? അതായത് നിനക്ക് ഞാൻ ലോൺ തന്നാൽ നിനക്ക് ഈട് നിൽക്കാൻ ജാമ്യക്കാരനായിട്ട് ആരെങ്കിലും ഗസറ്റഡ് ഓഫീസേഴ്സ്, ഇപ്പൊ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ജാമ്യക്കാരനേ ഉള്ളൂ, എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലാകുമ്പോൾ. പെട്ടെന്ന് അദ്ദേഹം ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതും അവിടെ ഉള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾക്ക് വേണ്ടി ആരും ഈട് നിൽക്കത്തില്ല, ഞങ്ങൾക്ക് ആരും ഒന്നും ഇല്ലാത്തവരാ, ഞങ്ങൾക്ക് വേണ്ടി ആരും അങ്ങനെ ഈട് നിൽക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതും സ്വർഗത്തിലെ അപ്പനാന്ന് പറഞ്ഞു. പെട്ടെന്ന് ഒരു നിമിഷം അദ്ദേഹം മിണ്ടാതിരുന്നിട്ട് എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാ, മോളെ, നീ ഇവിടുന്ന് പോയ ആ ദിവസം തൊട്ട് എന്റെ ഉള്ളിൽ ഒരു സമാധാനവും ഇല്ല. ഞാൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴെല്ലാം നീ പറഞ്ഞ സാക്ഷ്യങ്ങളും നിനക്ക് ദൈവത്തിലുള്ള വിശ്വാസവും എല്ലാം കേട്ട് ഞാൻ അങ്ങനെ ആശ്ചര്യപ്പെട്ട് എന്റെ വീട്ടിൽ പോയി എന്റെ ഭാര്യയോടും മക്കളോടൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കൊച്ചിനെ കണ്ടുമുട്ടി, അവക്ക് ദൈവത്തിലുള്ള വിശ്വാസം ഭയങ്കരമാണെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറയാം, നിനക്ക് ജാമ്യത്തിനില്ലെന്നല്ലേ നീ പറഞ്ഞേ, ഞാൻ നിനക്ക് വേണ്ടി ജാമ്യം നിൽക്കാം, എന്റെ പേര് ഞാൻ നിനക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, എനിക്ക് വേണ്ടി ലോൺ ചെയ്തു തന്നത് എന്റെ ബാങ്കിന്റെ മാനേജർ തന്നെ. എനിക്കിതിനു മുമ്പ് പരിചയമില്ലാത്ത മനുഷ്യൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ, തന്റെ ദൂതൻ ഇറങ്ങിയപ്പോൾ എനിക്ക് വേണ്ടി വഴികളെ ദൈവം തുറന്നു നൽകി തന്നു. ദൈവമക്കളെ, അങ്ങനെ ലോൺ എടുത്തു. ദൈവത്തിന്റെ വലിയ കൃപയാൽ എനിക്ക് ലോൺ ലഭിച്ചു. പിന്നീട് എനിക്ക് പഠിക്കണമെങ്കിൽ ഒരു മാസം എനിക്ക് മെസ് ഫീസ് കൊടുക്കണം, 2500 രൂപ വെച്ച് മെസ് ഫീസ് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വീടിന്റെ വാടക, ചർച്ചിന്റെ വാടക, എന്റെ 3 അനിയത്തിമാര് പഠിക്കണം. എന്റെ പപ്പായെ കൊണ്ട് ഒന്നിനും ആ സമയത്ത് എന്നെ സഹായിക്കാൻ പപ്പയ്ക്ക് കഴിയില്ലെന്ന് എനിക്ക് 100% അറിയാം. ദൈവത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയുള്ളൂ. എന്നാൽ അന്ന് ദൈവം ചെയ്തൊരു അത്ഭുതം, പള്ളിപ്പാടുള്ള ശമുവേൽ കുട്ടി എന്ന് പറയുന്ന ഒരു അങ്കിൾ ഉണ്ട്, ഞങ്ങളുടെ ഒരു ആത്മീക ഫാമിലിയാണ് അവര്. ആ അങ്കിള്, ഞാൻ അന്നും ഇതുപോലെ ഞാൻ നഴ്സിംഗിന് യാത്ര പറയാൻ പോവുക അങ്കിളുടെ അടുക്കൽ, അങ്കിൾ എങ്ങനെ ഞാൻ പോകുക, പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടി പോയതാ.
എന്നാൽ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ പോയ എന്നോട് ആ അങ്കിൾ ഇറങ്ങാൻ നേരത്ത് ചോദിച്ചു, പപ്പായോട് ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയാ മോള് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോ പപ്പ പറഞ്ഞു, ദൈവം നടത്തും, ഇതുവരെ ദൈവം നടത്തിയില്ലേ, ലോൺ ലഭിക്കത്തില്ലെന്ന് വിചാരിച്ച ദൈവം ലോൺ തന്നു, ബാക്കി ദൈവം ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് അങ്കിള് പറഞ്ഞു, സാരമില്ല, മോക്ക് 4 വർഷം പഠിക്കാനുള്ള മെസ് ഫീസ് ഞാൻ സ്പോൺസർ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവമക്കളെ, എനിക്ക് 4 വർഷം പഠിക്കാനുള്ള മെസ് ഫീസ് ആ അങ്കിള് സ്പോൺസർ ചെയ്തു. അങ്ങനെ ദൈവകൃപയാൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് നഴ്സിംഗ് പഠിച്ചു തീരുവാൻ കർത്താവ് കൃപ നൽകി. ഇതാ ഞാൻ പറയുന്നത്, ദൈവം നമ്മളെ നടത്തുന്നുണ്ടെങ്കിൽ, ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിനറിയാം വഴി എങ്ങനെയാണെന്ന്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, വേർ ഹി ഗൈഡ്സ് ഹി പ്രൊവൈഡ്സ്. ദാറ്റ്സ് ട്രൂ, 100% അത് കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഇന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന എന്താണെന്നറിയോ? നമ്മൾ വിശ്വാസം പറഞ്ഞാ പോരാ, വിശ്വാസത്തിന്റെ ചുവടുകൾ നമ്മൾ എടുത്തു വെക്കണം. ദൈവമക്കളെ, അങ്ങനെ പഠിച്ചു. ഞാൻ ചുരുക്കി പറഞ്ഞാല്, എനിക്ക് പഠനമൊക്കെ കഴിഞ്ഞു, എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റിയില്ല. അതായത് എനിക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കറിയാലോ, എഡ്യൂക്കേഷൻ ലോൺ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം എനിക്കന്ന് ഭാരിച്ചമായ ഒരു തുക വന്നു. അദ്ദേഹം വന്നിട്ട്, ആ ബാങ്ക് മാനേജർ ട്രാൻസ്ഫർ ഒക്കെ കിട്ടി. അദ്ദേഹം 4 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയി. ഞാൻ 4 വർഷം കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല, വേറെ എവിടെയോ പോയി. എനിക്ക് ഇപ്പോഴും അദ്ദേഹം എവിടാന്ന് അറിയത്തില്ല. എന്നാൽ അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുമല്ലോ, അദ്ദേഹത്തിന് ഒരു പ്രശ്നം വരല്ലോ, എനിക്ക് ലോൺ അടയ്ക്കണം. ഇൻട്രസ്റ്റ് അടയ്ക്കാൻ എനിക്ക് പൈസ ഇല്ല, കാരണം എനിക്ക് അന്ന് സാലറി കിട്ടും. ഞാൻ അതും കൂടെ ഞാൻ പറയാം, ഞാൻ നഴ്സിംഗ് പഠിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് വലിയ പിള്ളേരെ പഠിക്കുന്ന ടീച്ചറാണെന്ന്. എന്നെ കേൾക്കുന്ന യൂത്തിനോടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. നമ്മൾ നമ്മുടെ ചില ആഗ്രഹങ്ങൾ കർത്താവ് പറയുന്നതിന്റെ പേര് മാറ്റി വെക്കുമ്പോണ്ടല്ലോ, നമ്മൾ ചിന്തിക്കുന്നത് ഇനി അത് നടക്കത്തില്ലെന്ന്. എന്നാൽ ചില ആഗ്രഹങ്ങൾ നമ്മൾ ദൈവം പറയുന്നതിന് വേണ്ടി നമ്മൾ അത് മാറ്റി വെക്കുമ്പോൾ കർത്താവ് ആർക്കും കടക്കാരനല്ല. ദൈവമക്കളെ, ഞാൻ ആഗ്രഹിച്ചത് വലിയ പിള്ളേരെ പഠിപ്പിക്കാൻ ടീച്ചർ ആണെങ്കിൽ എന്റെ പഠനം 2011 സെപ്റ്റംബർ 3 എന്റെ പഠനം നഴ്സിംഗിന്റെ കഴിഞ്ഞു. കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൈ കിട്ടി. എന്റെ കൂടെയുള്ള എല്ലാവരും ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എന്റെ മുറിക്കുള്ളിൽ ചെന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, അങ്ങ് എന്നോട് നഴ്സിംഗ് എടുക്കാൻ പറഞ്ഞു, ഞാൻ നഴ്സിംഗ് എടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനുള്ള ഡെഡിക്കേഷൻ എനിക്കില്ല. കർത്താവെ, എനിക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് താല്പര്യവും ഇല്ല. പക്ഷെ അങ്ങ് പറ, ഞാൻ എന്നാ ചെയ്യണ്ടേ? ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിൾ ഇങ്ങനെ തുറക്കുമ്പോൾ എനിക്ക് എന്റെ തുറക്കുമ്പോൾ തന്നെ എനിക്കൊരു വചനം ഞാൻ ഹൈലൈറ്റ് ചെയ്തത് എന്റെ ഫ്രണ്ടിൽ കാണുക, യഹോവ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിനക്ക് തരട്ടെ. അപ്പൊ പെട്ടെന്ന് ഞാൻ ഓർത്ത്, എന്റെ ഹൃദയത്തിലെ ആഗ്രഹം എനിക്ക് വലിയ പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചർ ആവണമെന്ന്. അതിനി എപ്പം നടക്കാൻ, ഇനി MSc ഒക്കെ എടുക്കണം എന്നിങ്ങനെ ഞാൻ ചിന്തിക്കുക. ഇത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കും, എന്റെ റൂമിൽ ഒരാൾ വന്ന് കൊട്ടി, എന്റെ ജൂനിയർ ഒരു കുഞ്ഞ. അവള് വന്നിട്ട് പറഞ്ഞു, ചേച്ചിയെ കണ്ട നോട്ടീസ് ബോർഡിൽ ഒരു ഇതിട്ടിട്ടുണ്ട്, നമ്മുടെ ബാച്ചിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പം പുതിയ ഫ്രഷേഴ്സ് ടീച്ചേഴ്സിനെ ആവശ്യമുണ്ട്, അപ്ലൈ ചെയ്യുന്നോന്ന് ചോദിച്ചു. ഞാൻ ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ പോയി അപ്ലൈ ചെയ്തു. ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് അന്ന് തന്നെ സെലക്ഷൻ കിട്ടി. അന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്റെ കൈ കിട്ടി. ഞാൻ പഠിച്ച കോളേജിൽ തന്നെ എനിക്ക് പിള്ളേരെ പഠിപ്പിക്കാനുള്ള അവസരം നൽകി. ഞാൻ ആഗ്രഹിച്ചതുപോലെ വലിയ പിള്ളേരെ, നഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള ദൈവം കൃപ എനിക്ക് നൽകി. എന്റെ ആഗ്രഹം എന്റെ കർത്താവ് മറന്നില്ല ദൈവമക്കളെ. ഞാൻ ഓർത്ത ആഗ്രഹം തീർന്നില്ല, കർത്താവ് അതെനിക്ക് നടത്തി നൽകി തന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, അപ്പൊ എനിക്ക് അന്ന് 4600 രൂപയാണ് സാലറി. എന്റെ വീടിന്റെ വാടക 3500, എന്റെ അനിയത്തിമാരുടെ ഫീസ് 1000. ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ സാലറി കൊണ്ട് എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെ എന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത്? ഒരു മാസം 10,000 രൂപ അടച്ചാലേ എന്റെ എഡ്യൂക്കേഷൻ ലോൺ ഇൻട്രസ്റ്റ് അടച്ചു തീരത്തുള്ളൂ. ദൈവമക്കളെ, ഞാൻ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയം, എനിക്കറിയില്ല എന്ത് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആദ്യമായി എന്റെ ബാങ്കിൽ നിന്ന് നോട്ടീസ് വരിക, 25,000 രൂപ എത്രയും പെട്ടെന്ന് അടയ്ക്കണം. പ്രാർത്ഥിച്ചു. അതൊരു അത്ഭുതത്തിന്റെ വഴി ഒരാളിൽ കൂടി ദൈവം എനിക്ക് ചെയ്തു തന്നു. ഞാൻ 25,000 രൂപ അടച്ചു. പിന്നീട് ഒരു വർഷത്തിന് ശേഷം വീണ്ടും എനിക്ക് ഒരു നോട്ടീസ് വരികയാ, 1,15,000 രൂപ എത്രയും പെട്ടെന്ന് അടയ്ക്കണം എന്ന് പറഞ്ഞു. ഇൻട്രസ്റ്റ് പെൻഡിങ് ആ. ഞാൻ എവിടെ നിന്നുണ്ടാക്കും 1,15,000 രൂപ? വളരെ വിഷമിച്ചു, പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ദൈവം ചെയ്ത അത്ഭുതത്തിന്റെ വഴിയാണ് ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും പറയും, എന്റെ മമ്മി എന്നെ ചെറിയ പ്രായം തൊട്ട് പഠിപ്പിച്ചിരിക്കുന്നത് ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ ദൈവസന്നിധിയിൽ ഓടിപ്പോയി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. നാട്ടിൽ എന്റെ പപ്പായും മമ്മി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3-ാമത്തെ ദിവസം രാവിലെ പപ്പ എന്നെ വിളിക്കുക, മോനെ ഇന്നത്തെ പത്രം കണ്ടോ? ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ ബാംഗ്ലൂരിലാ, എനിക്ക് മലയാളി പത്രം കിട്ടത്തില്ല, എന്തുവാ വാർത്ത പറ. പപ്പ പറയും, മോനെ ഭയങ്കര അത്ഭുതമാണ്. ഞാൻ ചോദിച്ചു, എന്താ പപ്പ? ഈ ഇടയ്ക്ക് മരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറാണ് അന്ന് കേരളം ഭരിക്കുന്നത്, ഞാൻ പഠനം കഴിഞ്ഞു നിൽക്കുന്ന സമയം. ഉമ്മൻചാണ്ടി സർക്കാർ ആ സമയത്ത്, നിങ്ങൾ അന്ന് പത്രം വായിച്ചിട്ടുള്ളവർ ചിലപ്പോൾ ഓർമ്മ കാണും, ഇന്നത്തെ മലയാള മനോരമയുടെ ഫ്രണ്ട് ലൈനിൽ വന്നതാണ്. എഡ്യൂക്കേഷൻ ലോണിന്റെ 2007 സെപ്റ്റംബർ മാസം തൊട്ട് ലോൺ എടുത്ത എല്ലാ ലോണിന്റെയും ഇൻട്രസ്റ്റ് എഴുതി തള്ളി ഗവൺമെന്റ്. എല്ലാ എഡ്യൂക്കേഷൻ ലോണിന്റെ ഇൻട്രസ്റ്റ് എഴുതി തള്ളി. ആ ഇൻട്രസ്റ്റിനകത്ത് എന്റെ ഇൻട്രസ്റ്റും ഉണ്ട് ദൈവമക്കളെ. അങ്ങനെ എന്റെ എഡ്യൂക്കേഷൻ ലോണിന്റെ ഇൻട്രസ്റ്റ് ദൈവം എഴുതി തള്ളി. 2 മുതൽ അടയ്ക്കണം.
3,15,000 രൂപ മുതൽ അടയ്ക്കണം. എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല. 2018 വരെ അടയ്ക്കാൻ പറ്റിയില്ല. വളരെ വിഷമിച്ച് ഭാരപ്പെട്ട് ആ സമയത്തൊക്കെ എന്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞപ്പോൾ എന്റെ ചിന്ത കല്യാണമൊക്കെ കഴിഞ്ഞു അമേരിക്കയിലാ, അതുകൊണ്ട് അമേരിക്കയിൽ ചെന്ന് ജോലിയൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് പൈസ അടയ്ക്കാം, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എന്നെ സഹായിക്കും. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. മാനുഷികമായി നമുക്ക് ഒത്തിരി കണക്കുകൂട്ടലുണ്ടല്ലോ. അമേരിക്കയിൽ നിന്ന് ദൈവം ഒരു കല്യാണമൊക്കെ കൊണ്ടുതരുമ്പോൾ നമ്മുടെ ചിന്ത എന്നാ, ഇനി എന്റെ ജീവിതം മാറി, അദ്ദേഹം നമ്മളെ സഹായിക്കും എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. എന്നാൽ കർത്താവിന്റെ ചിന്ത ഇതൊന്നുമല്ല. കർത്താവ് തുറന്ന വഴിയാണ്, കർത്താവിന് അറിയാം. ആരുടെ മുമ്പിൽ കൈ നീട്ടാനോ ഒന്നും ദൈവം അനുവദിക്കത്തില്ല. കർത്താവ് ചെയ്തത്, ഞാൻ 2018 അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ബാങ്കിൽ ഒന്ന് പോയി. ഞാൻ എഴുതി കൊടുക്കാനാ പോയത് ഇങ്ങനെ. കാരണം ഞാൻ അമേരിക്കയിൽ ചെന്ന് എനിക്ക് 6 ചെയ്ത് ജോലി കിട്ടുമ്പോൾ ഞാൻ അടച്ചോളാം. അതുവരെ ഒരു സാവകാശം എനിക്ക് മുതലിന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് എന്തായാലും പോയി. ഇനി മുതൽ അടയ്ക്കണമല്ലോ, അതിനുള്ള സാവകാശം ചോദിക്കാൻ പോയ എന്റെ മുമ്പിൽ ഒരു വലിയ അത്ഭുതം ഞാൻ കണ്ടത്. ഞാൻ അവിടെ ചെന്ന് എന്റെ പാസ്ബുക്ക് അദ്ദേഹത്തിന്റെ മുമ്പിലോട്ട് വെച്ചു. അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ പുതിയ മാനേജർ, അന്ന് ഞാൻ ചെല്ലുമ്പോൾ SBT അല്ല SBI എന്നായി ബാങ്കിന്റെ പേര്. SBT എന്നുള്ളത് മാറി SBI എന്നാ. ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക്, മോളെ, ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ഒക്കെ പറയാം. എന്റെ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം നേരെ സ്ക്രീൻ മാറ്റിയിട്ട് പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു അക്കൗണ്ട് നിലവിലില്ലെന്ന്. ഞാൻ പറഞ്ഞു സത്യമായ കാര്യം, ഇതേണ്ട് പാസ്ബുക്ക്. ഞാൻ കള്ളം പറയേണ്ട കാര്യമില്ലോ, ഞാൻ ഇവിടുന്ന് തന്നെ എടുത്തത്. SBT ഇവിടുന്ന് തന്നെയാണ് ഞാൻ ബാങ്ക് ലോൺ എടുത്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് തെറ്റൊന്നുമല്ല, ഇവിടെ കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്നേക്കുന്നത്. പക്ഷേ SBT കടത്തിലായപ്പോൾ SBI ഏറ്റെടുത്തു. അപ്പൊ കുറെ എഡ്യൂക്കേഷൻ ലോണുകളൊക്കെ എന്ത് ചെയ്തു, ഗവൺമെന്റ് എഴുതി തള്ളി. കുറെയൊക്കെ റിലയൻസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി റിലയൻസുകാർ മോളെ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അവർക്ക് പൈസ അടയ്ക്കാം. പക്ഷെ ഇനി മോളും ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, കാരണം ഇവിടെ ഇൻവാലിഡ് എന്നാ കാണിക്കുന്ന അക്കൗണ്ട്. അങ്ങനെ ദൈവമക്കളെ, എനിക്ക് ഇന്ന് വരെ എന്നെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. എന്റെ അക്കൗണ്ട് ഇനി ഞാൻ എവിടെ അടയ്ക്കേണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു അക്കൗണ്ട് നിലവിലില്ല. എന്റെ എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യത്തിൽ അങ്ങനെ ദൈവം ഒരു അത്ഭുതം ചെയ്തു. ഞാൻ പറഞ്ഞത്, ദൈവം ഒരുപാട് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ പഠിച്ചൊരു പാഠം, ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന വചനം അത് തന്നെ. കർത്താവ് എന്നെ ഏൽപ്പിച്ച വചനം അതാണ്. 46 സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങി പോകയില്ല. ദൈവം അതികാലത്തെ അതിനെ സഹായിക്കും. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും യുവതി യുവാക്കന്മാരോടും എനിക്ക് പറയാനുള്ള വചനം അതാണ്. ദൈവം നമ്മുടെ മധ്യയുണ്ട്. നമ്മുടെ മധ്യയുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്തൊരു പ്രോമിസും കൂടെ കർത്താവ് പറയുക, നീ കുലുങ്ങി പോകത്തില്ല. കാരണം എന്താ, ദൈവം മധ്യേ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ കുലുങ്ങുന്നത്? കർത്താവിന്റെ പവർ എന്തുവാ, ദൈവത്തിന്റെ ശക്തി എത്ര മഹത്വമുള്ള ശക്തിയാ. ആ വചനമാണ് എനിക്ക് ലഭിച്ചത്. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങി പോകയില്ല. ദൈവം അധികാലത്തെ അതിനെ സഹായിക്കും. ദൈവമക്കളെ, ഞാൻ ദൈവവചനം വായിക്കുന്ന രീതി ഞാൻ പലപ്പോഴും എന്റെ പ്രായക്കാരായ ആൾക്കാരോട് ഞാൻ സംസാരിക്കും, കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് പറയും, ചേച്ചി എങ്ങനെ ബൈബിള് വായിക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ ബൈബിള് വായിക്കുന്ന രീതി ചുമ്മാ ഇങ്ങനെ വായിച്ചു വിടത്തില്ല. ഞാൻ വായിക്കുന്നത്, ഞാൻ എന്റെ പേര് വെച്ചാ വായിക്കും. ദൈവം അക്സയുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ ദൈവം അക്സയുടെ തുണയാ. അങ്ങനെ ഞാൻ വായിക്കുന്നു. അപ്പൊ ഞാൻ ഈ വചനം എപ്പോഴും വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാ വായിക്കുന്നത്, ദൈവം അക്സയുടെ മധ്യത്തിലുണ്ട്, അക്സ കുലുങ്ങി പോകയില്ല, ദൈവം അധികാലത്തെ അക്സയെ സഹായിക്കും. അത് വായിക്കുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടെ അടുപ്പം തോന്നുന്നത് കർത്താവിന്. കാരണം നിങ്ങളുടെ പേര് വെച്ച് ആ വചനം ഒന്ന് വായിച്ച്, നിങ്ങളുടെ തലമുറയെ വെച്ച് ആ വചനം ഒന്ന് വായിച്ച്, ദൈവം നിങ്ങളുടെ തലമുറയുടെ മധ്യയുണ്ട്, നിങ്ങളുടെ തലമുറ കുലുങ്ങി പോകയില്ല, ദൈവം അധികാലത്തെ നിങ്ങളുടെ തലമുറയെ സഹായിക്കും. ആ വിഷയം നിങ്ങളുടെ ഏത് വിഷയമാകാം, നിങ്ങളുടെ മിനിസ്ട്രി ആകാം, നിങ്ങളുടെ രോഗമാകാം, നിങ്ങൾ അതിനെ ഒന്ന് വിശ്വാസത്തോടു കൂടി ഏറ്റെടുക്കുക. ഞാൻ പലപ്പോഴും ഇപ്പോഴും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, നമ്മൾ വിശ്വാസം പറയും, ബട്ട് ബ്രിങ് ഇൻ ടു പ്രാക്ടിക്കൽ ലൈഫ്. ഞാൻ എനിക്ക് സമയം കുറഞ്ഞു വരുന്നു, എന്നാൽ ഞാൻ എന്റെ വിവാഹം നടന്ന ടെസ്റ്റിമണിയും കൂടെ ഞാനൊന്ന് പറയാം. അതൊരു വലിയ അത്ഭുതമാണ് എന്റെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ചിലത് ദൈവം വെയിറ്റ് ചെയ്യാൻ പറയും. നോ പറഞ്ഞ ഒരു ടെസ്റ്റിമണി ഞാൻ പറഞ്ഞു, യെസ് പറഞ്ഞ ടെസ്റ്റിമണി ഞാൻ പറഞ്ഞു. പക്ഷെ കർത്താവിന് വേറൊരു ആൻസറും കൂടെ ഉണ്ട്, വെയിറ്റ്. പക്ഷെ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം അത്, വെയിറ്റ്. എന്നെ ദൈവം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നെ ദൈവം വെയിറ്റ് ചെയ്യിപ്പിച്ച എന്റെ വിവാഹത്തോടനുബന്ധിച്ച. ഞാനിപ്പോ എന്റെ പ്രായം പറയുമ്പോൾ നിങ്ങൾ ഓർക്കും അത് വലിയ വെയിറ്റിംഗ് അല്ലെന്ന്. പക്ഷെ എനിക്കത് ഭയങ്കര വെയിറ്റിംഗാ. ബിക്കോസ് എന്റെ മമ്മിയുടെ കുടുംബത്തിൽ ആരും 25 വയസ്സ് കഴിഞ്ഞിട്ട് നിന്നിട്ടില്ല. എന്റെ പപ്പാടെ കുടുംബത്തിൽ, എന്റെ പപ്പാടെ ഫാമിലിയിലും മമ്മിയുടെ ഫാമിലിയിലും എല്ലാ പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങൾ കഴിവതും 26, 27 വയസ്സ് കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്നാൽ പെൺകുഞ്ഞുങ്ങൾ എല്ലാവരും 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, 25-ന് മുമ്പ്. അപ്പം ഞാൻ 28ാമത്തെ വയസ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതെന്ന് പറയുന്നത് നിന്നയുടെ എക്സ്ട്രീം കേൾക്കേണ്ടി വന്നു. അപ്പം 28ാമത്തെ വയസ്സ് വരെ ഞാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളോട് പറഞ്ഞല്ലോ എന്റെ കുടുംബത്തിന്റെ സാഹചര്യം, വീടില്ല, വസ്തുവില്ല, 4 പെമ്മക്കള്, ഞാൻ കഴിഞ്ഞുള്ള ആള്
അടുത്ത ആള് നിൽക്കുന്നു, അതിന്റെ അടുത്ത ആള് നിൽക്കുന്നു. ഇങ്ങനെ പെൺകുഞ്ഞുങ്ങള് നമ്മുടെ നാട്ടിൽ പറഞ്ഞ പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം. അപ്പൊ ഒരു അപ്പനും അമ്മയ്ക്കും ഉണ്ടാകുന്ന മാനസിക വിഷമം എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊക്കെ മാതാപിതാക്കളായതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. പെൺമക്കളുള്ള മാതാപിതാക്കൾക്ക് കെട്ടിച്ചു വിടാൻ എന്തോരം പ്രയാസമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ അന്നും ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് അധികം സാലറി ഒന്നുമില്ല. എന്നാൽ താഴെ അനീതിമാരെ പഠിപ്പിക്കണം. വലിയൊരു കുടുംബത്തിന്റെ മുഴുവൻ ഭാരം എന്റെ മേൽ നിൽക്കുന്ന സമയം. എന്നാൽ എന്റെ മമ്മിയുടെ മുഖത്ത് ഞാൻ എപ്പോ നോക്കിയാലും മമ്മിക്ക് ഒരു ടെൻഷനും ഇല്ല. മമ്മിയോട് ഞാൻ എപ്പോ കല്യാണം എന്ത് കാര്യം പറഞ്ഞു മമ്മി പറയും, കർത്താവ് കരുതുന്നേ, ദൈവത്തിന്റെ സമയമാകുമ്പോൾ നിനക്കുള്ള ആളെ കർത്താവ് ഇവിടെ കൊണ്ടുവരും. അത്രേ ഉള്ളൂ. മമ്മി കൂളാ. പക്ഷെ മമ്മിക്ക് അറിയാവുന്ന, ഞാൻ എന്റെ മമ്മിന്ന് പഠിച്ചൊരു കാര്യം, മമ്മി അധികം സംസാരിക്കത്തില്ലേലും മമ്മി സംസാരിക്കുന്ന മുഴുവൻ ദൈവത്തോട്. മമ്മി ചെയ്ത ഒരു കാര്യം, എല്ലാ തിങ്കളാഴ്ചയും മമ്മി എനിക്ക് വേണ്ടി ഉപവാസമായിരുന്നു. ഞാൻ പഠിക്കാൻ പോയ കാലം തൊട്ട് മമ്മി എനിക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കാനും പ്രാർത്ഥിപ്പാനും തീരുമാനമെടുത്തു. എല്ലാ തിങ്കളാഴ്ചയും വൈകിട്ട് 7 മണി വരെ മമ്മി എന്റെ ഭാവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തീരുമാനമെടുത്തത് മമ്മി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും എന്റെ മമ്മി അത് ചെയ്യുന്നുണ്ട്. അതിന്റെ വെൻബലത്തിലാണ് ദൈവമക്കളെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, കരയുകയും പ്രാർത്ഥിക്കുകയും തലമുറകൾക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ ഒരാളുടെയും കണ്ണുനീര് ദൈവം കാണാതെ പോകത്തില്ല. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കരയുന്നുണ്ടെങ്കിൽ, ഉപവസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീരൊന്നും വൃഥാവല്ല. ദൈവം തുരുത്തിയിൽ എടുത്തു വെച്ച് അതിനനുസരിച്ച് പ്രതിഫലം തരുന്ന ദൈവമാ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം അതാണ്. അങ്ങനെ എന്റെ മമ്മി ബൂസ്റ്റ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കന്ന് വിവാഹം വേണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. എന്റെ ആഗ്രഹം, എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്തു പോകണം, ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി അത്യാവശ്യം ഒരിച്ചിരി പൈസ ഉണ്ടാക്കി എന്റെ സിസ്റ്റേഴ്സിനെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിക്കണം, അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഒക്കെ കൊടുത്ത് അവരെയൊക്കെ ഒന്ന് കല്യാണം കഴിപ്പിച്ച് ഒന്ന് സെറ്റിൽ ആയിട്ട് വേണം എന്റെ ഭാവി. അതായിരുന്നു എന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ എല്ലാവരും വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിന് വലിയ സീരിയസ്നെസ് കൊടുത്തില്ല. എന്നാൽ എന്നെ ദൈവം പഠിപ്പിച്ചത് ഹന്നായുടെ ജീവിതത്തിൽ കൂടെ. ഹന്നായ്ക്ക് പെനീന കൂട്ടായിരിക്കുന്നിടത്തോളം കാലം ഹന്ന ഒരിക്കലും ഒരു ശമൂവേലിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. ഹന്നായും പെനീനായും കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഉടനെ അല്ല പെനീന കുത്താൻ തുടങ്ങിയത്. പെനീനായ്ക്ക് വേറെ മക്കളുണ്ട്. അവരുടെ ലൈഫ് ഒത്തിരി ഹാപ്പി ആയിരുന്നു. അവര് നല്ല സിസ്റ്റേഴ്സ് ആയിരുന്നു. ഒരിക്കലും നമ്മൾ അവരെ ശത്രുക്കളായി കാണരുത്. ഹന്നായും പെനീനായും അവരൊക്കെ ആയിരുന്നു. പക്ഷേ അല്പസമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പെനീനയുടെ വാക്കുകളുടെ ടോൺ മാറാൻ തുടങ്ങി. അത് വലിയ കുത്തുവാക്കാകാൻ തുടങ്ങിയപ്പോൾ ഹന്നയുടെ ഹൃദയം തകരാൻ തുടങ്ങി. ഇതുപോലെ തന്നെ നമ്മൾ ആദ്യമൊക്കെ ചില കുത്തുകളും ചില നിന്ദകളും ഒന്നും കാര്യമാക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ പ്രാർത്ഥന അത്രയേ ഉള്ളൂ. എന്നാൽ ചില കുത്തുവാക്കുകൾ പലരും നമ്മളെ നിന്ദിക്കുമ്പോൾ, നമ്മളെ ദുഷിക്കുമ്പോൾ, നമ്മൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് നമ്മുടെ ഭവനത്തിനുള്ളിലുള്ളവർ, നമ്മുടെ കൂടെ നടക്കുന്നവർ, നമ്മളെ കൂടുതൽ അറിയാമെന്ന് നമ്മൾ ചിന്തിക്കുന്നവരുടെ വായിൽ നിന്ന് കുത്തുവാക്ക് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം തകരുന്നത്. അതുവരെ തകരത്തില്ല. ഇപ്പൊ നാട്ടുകാർ പറഞ്ഞാൽ നമ്മളത് കാര്യമാക്കത്തില്ല, അപ്പോട്ടെ സാരമില്ല. നമ്മുടെ സഭക്കാർ പറഞ്ഞ് നമ്മൾ അത്രയും കാര്യമാക്കത്തില്ല. പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവർ പറയുമ്പോൾ നമുക്ക് വേദന തുടങ്ങും. ഇതുപോലെ എന്റെ ജീവിതത്തിൽ ഒത്തിരി നിന്ന കേൾക്കുന്നുണ്ട്, ഞാൻ അത് കാര്യമാക്കിയില്ല. എന്നാൽ എന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന്, അതായത് മമ്മിയുടെ ഫാമിലിയിൽ നിന്ന്, എന്റെ ഡിയർ കസിൻസും ഫാമിലീസും ഒക്കെ എന്നെ അറിയാവല്ലോ, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ അവർക്ക് അറിയാവല്ലോ എന്ന് ചിന്തിച്ചവരിൽ നിന്ന് നിന്നെയും പരിഹാസവും കേൾക്കാൻ തുടങ്ങിയപ്പോൾ അത് എന്റെ ഹൃദയത്തെ തകർക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ വിവാഹത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഒരു ദിവസം എന്റെ ഹൃദയം വല്ലാതെ തകർന്നു. അത് വേറൊന്നുമല്ല, എനിക്കൊരു വിവാഹാലോചന വന്നു. ഇസ്രായേലിൽ നിന്നായിരുന്നു. അദ്ദേഹം ഇസ്രായേലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന സമയം. അദ്ദേഹത്തിന്റെ ഭവനം കട്ടപ്പനയിലാണ്. എന്നാൽ ആ ആലോചന വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. ദൈവം പ്രാർത്ഥിച്ചതിന് മറുപടി നൽകി തന്നത് 2016 ഒക്ടോബർ മാസത്തില് പെട്ടെന്ന് തന്നെ പപ്പ എന്നെ വിളിച്ചു. ഞാൻ ഭവനത്തിൽ വന്നു. ഞങ്ങള് അറിയാലോ, പെണ്ണ് കാണാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. അന്ന് ഞാൻ കടം മേടിച്ചാ വന്നേ. കാരണം ആ സമയത്ത് ഭയങ്കര ക്രൈസിസ്, ഞങ്ങളുടെ കോളേജിൽ അത്യാവശ്യം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഫീസൊക്കെ പിള്ളേരുടെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളുടെ സാലറി ഇച്ചിരി ലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഉള്ള കാര്യം പറഞ്ഞാൽ ചായ പോലും മേടിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാതെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു ടൈം. ആ ടൈമില് എന്റെ കൂടെയുള്ള ഒരു കൊച്ചിനെ കടം മേടിച്ചിട്ടാണ് ഞാൻ വന്നത്. 500 രൂപ കടം മേടിച്ച് വന്ന കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് പെണ്ണ് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എന്റെ മമ്മിയുടെ ആംഗ്ലമാര് വന്നിരിപ്പുണ്ട്, അമ്മാച്ചന്മാര് വന്നിരിപ്പുണ്ട്. ഇവരെല്ലാം ഇരിക്കുമ്പോഴാണ് പെണ്ണ് കാണുന്നത്. അല്പസമയം കഴിഞ്ഞിട്ട് ഇവരെ കാണുന്നില്ല. പറഞ്ഞ സമയം കഴിഞ്ഞു. ഇവരെ കാണാതെ വന്നപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ടെൻഷൻ കയറി. പപ്പ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമായി. കാരണം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ദിവസം ലീവ് എടുത്ത് വന്നു. അവർക്ക് ഞാൻ ഓർമ്മ ഇവർ ഇന്നലെ പറഞ്ഞിരുന്നത് ഞാൻ ഇന്ന് വരത്തില്ലായിരുന്നു, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ക്രമീകരിക്കത്തില്ലായിരുന്നു. മനസ്സ് പെട്ടെന്ന് വിഷമിച്ചെങ്കിലും അതങ്ങ് ശാന്തമാക്കി. എന്നാൽ എന്നെ അധികം തകർത്തത് എന്റെ മമ്മിയുടെ ബ്രദേഴ്സ് അവിടെ വന്നിരിക്കും. ഞാൻ പറഞ്ഞു, അവർ യാക്കോബക്കാരാ, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അവര് പെന്തുകുസാരെ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ
പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു എന്തുകൊണ്ട് അവർ വരാതെ. പപ്പ പറഞ്ഞു അത് അറിയത്തില്ല, അവർക്ക് താല്പര്യം, പക്ഷെ അവർ ഇന്നലെ വരാനായിരുന്നു, പക്ഷെ ഇന്നലെ നമുക്ക് സൺഡേ സ്കൂളിന്റെയും PYPയുടെയും ആനിവേഴ്സറി നടക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്നലെ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് മാറ്റി, പക്ഷെ ഇന്ന് അവർക്ക് എന്തോ അസൗകര്യം വന്നു, അതുകൊണ്ട് അവർ വരാത്തെന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്റെ മമ്മിയുടെ ബ്രദറിന് വിഷമം കയറി. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, നിന്റെ പെങ്കൊച്ചിനെ കെട്ടിച്ചു വിടണമെന്ന് നിനക്കാ ചിന്ത വേണ്ടത്. നിങ്ങൾ വേണം അവരുടെ സമയത്തിന് വേണ്ടി നിൽക്കാൻ, അല്ല നിങ്ങളല്ല അവരോട് സമയം പറയേണ്ടത്. അങ്ങനെ പറയണമെങ്കിൽ നമുക്കൊക്കെ വല്ലതും വേണം. നിങ്ങൾക്ക് വല്ലതും ഇരുന്നിട്ടാണോ അങ്ങോട്ട് ഡിമാൻഡ് പറയുന്നത് ഇന്ന സമയത്ത് വന്നാൽ മതിയെന്ന്? പെട്ടെന്ന് പറഞ്ഞ വാക്കിതാ, നീ ഇത്രയും നാളും പെന്തുക്കോസി കൊട്ടിപ്പാടാൻ പോയിട്ട് നിനക്ക് എന്താ കിട്ടിയെന്ന് ചോദിച്ചു. നിന്റെ മോൾ ഇന്നും ഇവിടെ നിൽക്കുവല്ലേ, നിന്റെ മോടെ അതേ പ്രായമുള്ള പെൺപിള്ളേർ കല്യാണം കഴിച്ചു, അവർക്ക് മക്കളായി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ എന്റെ മമ്മി ചിരിച്ചോണ്ടാ കേൾക്കുന്നത്. പക്ഷെ ഈ വാക്ക് എന്റെ ഹൃദയത്തിനകത്ത് കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നത് പോലെ മുറിവേൽപ്പിച്ചു. എനിക്ക് എന്തോ ചെയ്യണം, എനിക്ക് കരയാൻ വരുമോ, പെട്ടെന്ന് അവരുടെ മുമ്പിൽ കരയുന്നത് ശരിയല്ല. ഞാൻ പെട്ടെന്ന് ഓടി ബാത്റൂമിൽ കയറി ഡോർ അടച്ചിട്ട് പൈപ്പ് തുറന്നിട്ടിട്ട് അലറി കരയാനിടയായി. അലറി കരയുന്നതിനിടയ്ക്ക് ഞാൻ നെഞ്ചിനിട്ട് ഇങ്ങനെ എന്റെ വേദന കൊണ്ട് ഞാൻ ഇങ്ങനെ അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ദൈവമേ ഇത് കേൾക്കാനാണോ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത്? കേട്ടത്രത്തോളം മതി, പക്ഷെ പെന്തിക്കോസിൽ പോയി കൊട്ടിപ്പാടുന്നതിന്റെ പേര് പറയണ്ടായിരുന്നു. ദൈവമേ എന്ന് പറഞ്ഞ് നെഞ്ചിനിട്ട് അടിച്ച് കരയാനിടയായി. എന്നിട്ട് എനിക്കറിയത്തില്ല, പെട്ടെന്ന് ഞാൻ ആ വാക്ക് അവിടെ നിർത്തി. എനിക്ക് മനസ്സിലായി ഞാൻ ദൈവത്തെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. പെട്ടെന്ന് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ എന്റെ വായിൽ നിന്ന് ഇങ്ങനെ വന്നു, ദൈവമേ അങ്ങ് ജീവനുള്ള ദൈവമെന്നും എന്റെ മമ്മി സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്നും ഞങ്ങൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്ന് ഇവരുടെ മുമ്പിൽ അങ്ങ് തെളിയിക്കണം. ഇത്രയും മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. പ്രാർത്ഥിച്ച് മുഖം കഴുകി ഞാൻ ഇറങ്ങി വന്ന് ഞാൻ ബാംഗ്ലൂർക്ക് പോയി തിരിച്ച്. ഇത് ഒക്ടോബർ മാസത്തിൽ നടക്കുന്നു. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥന പപ്പായും മമ്മിയും ക്രമീകരിച്ചു. എന്റെ പപ്പായും മമ്മി ഉപവാസം തുടങ്ങി എന്റെ ഭാവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി. കാരണം ഇതും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും അടുത്തു. ഞാൻ പിന്നെ വെക്കേഷന് നാട്ടിൽ വരാതെയായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നടന്നു. അപ്പൊ വളരെ വിഷമത്തോടെ ആയിരിക്കുമ്പോൾ എന്റെ മമ്മിയും പപ്പായും പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. അതായത് ദൈവസന്നിധിയിൽ ഇരിക്കും, ഉപവാസിക്കാൻ ഇരിക്കും. ഞാനൊരു പേപ്പർ എടുത്ത് എനിക്ക് കരയാനുള്ള എഴുതി വെച്ച് ഞാൻ കരയാൻ തുടങ്ങി. കർത്താവെ എനിക്ക് വേണ്ടിയുള്ള ആളെ അങ്ങ് കൊണ്ടുവന്നേ പറ്റൂ. എനിക്ക് നിന്ന കേൾക്കാൻ വയ്യ കർത്താവെ, ദുഷി കേൾക്കാൻ വയ്യ കർത്താവെ, അങ്ങ് എനിക്ക് വേണ്ടി വഴി തുറക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ അനിത എന്ന് പറയുന്ന ഒരു ആന്റി ഉണ്ട്. ഞങ്ങളുടെ ഭവനത്തിൽ അന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നതാ. അപ്പൊ ഈ ആന്റി വരുന്നതുകൊണ്ട് മമ്മി എന്നോട് പറഞ്ഞു ഈവനിങ് വീക്കെൻഡിൽ വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ നാട്ടിൽ ചെന്നു. എന്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഉപസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആന്റി ഓടി വന്ന് എന്റെ അടുക്ക വന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഒത്തിരി ഭാരപ്പെട്ട എന്ന ദൈവസന്നിധിയിലായിരിക്കുന്നു, എന്നാൽ ദൈവാത്മാവ് ഇന്ന് നിനക്കൊരു ദൂത് നൽകി തന്നിട്ടുണ്ട്, ആ ദൂത് ഞാൻ കൈമാറാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ആന്റി പറ. നമ്മളെ തകർന്നിരിക്കുക. പെട്ടെന്ന് ആന്റി എന്നോട് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു ബൈബിൾ എടുത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കാൻ പറഞ്ഞു. ആ വചനം ഇങ്ങനെയാണ്, ഞാൻ കിഴക്ക് നിന്നൊരു റാഞ്ചൻ പക്ഷിയെ എന്റെ ദൂരദേശത്ത് നിന്ന് എന്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു. ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും, ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. എന്നിട്ട് പറഞ്ഞു, നിനക്കുള്ളവനെ ദൈവം ഇവിടെ കൊണ്ടുവരാൻ പോവാം. അവൻ ദൂരദേശത്തായിരിക്കുന്നത്, അവനെ ദൈവം ഇവിടെ വിളിച്ചു കൊണ്ടുവരും. അവിടെ എങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, ദൂരദേശത്ത് എന്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ ഞാൻ വിളിക്കുന്നു. അപ്പം എന്നോട് പറഞ്ഞു, മോനെ ദൈവം വിളിച്ചാലേ അവൻ വരത്തുള്ളൂ. ദൈവം വിളിക്കണമെങ്കിൽ നീ ദൈവത്തെ വിളിക്കണം. നീ വിളിക്കുന്നില്ല, നിനക്കുള്ളവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക. നിനക്കുള്ളവൻ എഴുന്നേക്കണമെങ്കിൽ നീ കരയണം. അന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് ഹന്നയുടെ പ്രാർത്ഥനയുടെ വില മനസ്സിലായത്. ദൈവം എന്നെ ഹന്നയെ എന്ന് പഠിപ്പിച്ചത്. പെനീന കുത്താൻ തുടങ്ങിയപ്പോൾ ഹന്ന കരഞ്ഞു. ഹന്നയുടെ കരച്ചിൽ വെറും ഒരു കരച്ചിലായിരുന്നില്ല, വാക്കുകൾ പോലും പുറത്തു വരാതെ അവളുടെ ഹൃദയം പകർന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞു. ഹൃദയം പകരുക ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കരഞ്ഞ ഒരു ദിവസമാണ് 2016 നവംബർ മാസത്തിൽ. ഇങ്ങനെ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ ഞാൻ ദൈവസന്നിധി കരഞ്ഞത് ഇങ്ങനെ. ഞാൻ ബൈബിള് തുറന്നു വെച്ചിട്ട് ഞാൻ എന്റെ ഹൃദയത്തിൽ ആഗ്രഹമുള്ള എന്റെ വിവാഹത്തെക്കുറിച്ച് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പർ എന്റെ ബൈബിളിനകത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും. പക്ഷെ വാക്കുകളൊന്നും വരുന്നില്ല, ജസ്റ്റ് കരച്ചിൽ മാത്രം. കരഞ്ഞ് 5 മണിയാകുമ്പോൾ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് നിൽക്കുമ്പോൾ എന്റെ ഈ പേപ്പർ കുതിർന്നിരിക്കുക ബൈബിളിനകത്ത്, ജസ്റ്റ് കരച്ചിൽ മാത്രം. ദൈവമക്കൾ, അങ്ങനെ നവംബർ 4-ാം തീയതി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം വെച്ച് ഈ ആന്റി എന്നോട് പറഞ്ഞ് ഈ ആലോചനയുള്ള വചനം വെച്ച് അപ്പൊ ആന്റി അന്ന് എന്നോട് ദൂത് പറഞ്ഞു, മോളെ ഇപ്പൊ നവംബറിലാണ് ഇത് നടക്കുന്നത്, എന്നോട് പറഞ്ഞു ഇങ്ങനെ ഡിസംബർ മാസം 31-ന് ഇപ്പുറം നിന്റെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. നവംബർ ആദ്യ ആഴ്ച എന്നോട് പറയുക ഡിസംബർ 31-ന് ഇപ്പുറം നിന്റെ വിവാഹം നടക്കുന്നു. ദൈവമക്കളെ, ഒരു മാസം ഞാൻ ദൈവത്തോട് ചോദിക്കുക, കർത്താവെ ഒരു മാസം കൊണ്ട് ഒരു കല്യാണം നടക്കുവോ? എന്തോരം കാര്യങ്ങളുണ്ട് ചെയ്യാൻ, ഒരു മാസം കൊണ്ട് ഒരു കല്യാണം നടക്കുവോ? ഞാൻ ആ പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ എന്റെ കർത്താപ്പച്ചൻ എഴുതിയിട്ട് തന്റെ ബുക്കിൽ.
1 മാസം കൊണ്ട് കല്യാണം നടക്കും. അപ്പൊ കർത്താവ് പ്ലാൻ ചെയ്തു, ഞാൻ നിന്നെ കുറച്ച് പഠിപ്പിക്കാം. എന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു നവംബർ മാസം 4-ാം തീയതി കരയുമ്പോൾ ഈവനിങ് ആയപ്പോ എനിക്കൊരു മെയിൽ വരുക. എന്റെ പപ്പ പറഞ്ഞു, മോനെ നിനക്കൊരു മെയിൽ ഒരാൾ അയച്ചിട്ടുണ്ട്, നീ അത് ഓപ്പൺ ചെയ്ത് നോക്കണം. ഞാൻ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന എന്റെ ഹസ്ബൻഡ് പപ്പയാണ് എനിക്ക് ആ മെയിൽ അയച്ചിരിക്കുന്നത്. ഞങ്ങൾ അപ്പൊ ഹല്ലേലൂയ മാസികയിൽ ഞങ്ങളുടെ ഇതിട്ടിട്ടുണ്ടായിരുന്നു, അവരും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ പപ്പായും സിസ്റ്ററും ഈ പ്രപ്പോസൽ കണ്ടപ്പം എന്റെ സിസ്റ്ററുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പം ഞാൻ 2 കാര്യം എന്റെ പേരൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1, എനിക്ക് അമേരിക്ക വേണ്ട. 2, നേഴ്സും വേണ്ട. ഈ 2 കാര്യം എന്റെ പപ്പായോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ കല്യാണം ആലോചിക്കാൻ നേരത്ത്. പപ്പ അമേരിക്കക്കാരും വേണ്ട, നേഴ്സും വേണ്ട. ഞാൻ ദൈവത്തോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ പപ്പായോടും മമ്മിയോടും പറഞ്ഞു. പക്ഷെ ഈ രണ്ടുമാണ് ഇപ്പൊ വന്നിരിക്കുന്ന പ്രപ്പോസൽ. അദ്ദേഹം അമേരിക്കക്കാരനുമാണ്, നേഴ്സുമാണ്. അപ്പൊ എന്റെ സിസ്റ്ററും പപ്പായും പറഞ്ഞു ഇതെന്തായാലും അവള് സമ്മതിക്കത്തില്ല, അതുകൊണ്ട് ഇത് റിജക്ട് ചെയ്യാം. പക്ഷെ എന്റെ സിസ്റ്റർ പറയുക, പപ്പ എനിക്ക് അറിയത്തില്ല ഈ പ്രപ്പോസലിനകത്ത് എന്തോ ഇത് എന്നോട് ദൈവാത്മാ പറയുന്നു, പപ്പ അവരെ വിളിക്കും. പപ്പ അങ്ങനെ എന്റെ ഇവിടുത്തെ ഡാഡിയെ വിളിച്ചു. അങ്ങനെ അവര് മെയില് എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ ഫോട്ടോയും എന്റെ ഡീറ്റെയിൽസും എല്ലാം ഡാഡിക്ക് അയച്ചു കൊടുത്തു. ഡാഡി അച്ഛന്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നു. എന്നാൽ എനിക്കിത് അമേരിക്ക ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ ഫോട്ടോയൊന്നും നോക്കാൻ പോയില്ല, എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പപ്പായുടെ ലാസ്റ്റ് അന്ന് മറ്റേ കല്യാണാലോചന പോയ സമയത്ത് ഞാൻ പപ്പായുടെ ഒരു കാര്യം പറഞ്ഞു, പപ്പ ഇനി ഞാൻ വരത്തില്ല, പപ്പ ആരെ വേണേലും പ്ലാൻ ചെയ്തു ഞാൻ വന്നോളാം, പപ്പായ്ക്ക് ഇഷ്ടപ്പെട്ട ആരെ വേണേലും ഞാൻ കെട്ടിക്കോളാം എന്നാ പറഞ്ഞു. എന്നാൽ ദൈവമക്കളെ ഞാൻ ഷോർട്ടായിട്ട് പറയാം, ഈ ആലോചന വന്നു. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഞാൻ പറഞ്ഞു, പപ്പ എന്നെ വിളിച്ചു പറഞ്ഞു, മോനെ നീ വന്നേ പറ്റൂ പ്ലീസ്, ഇതൊരു ദൈവദാസന്റെ മോനാ, അദ്ദേഹം കർത്താവിന്റെ വേലയില്ല, അത് മാനിച്ച് നീ വരണം. ഞാൻ പറഞ്ഞു, പപ്പ വരാം. പക്ഷെ ഞാൻ കർത്താവിനോട് ഒരു കാര്യം, കർത്താവ് ഇനി ഞാൻ കടം മേടിക്കത്തില്ല, ഇനി ഞാൻ ആരോടും കടം മേടിക്കത്തില്ല. കർത്താവ് എനിക്ക് വേണ്ടത് അങ്ങ് കരുതണം, എനിക്ക് പോള ടിക്കറ്റിന്റെ പൈസ അങ്ങ് കരുതണം. ഞാനിത് പ്രാർത്ഥിക്കാൻ കാരണം നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണാം, 2016 നവംബർ മാസം ആദ്യ ആഴ്ചയിലാണ് മോദി ഇന്ത്യയിൽ 1000-500 നോട്ട് നിരോധിക്കുന്നത്. ആ സമയം എന്ന് പറയുന്നത് ഈ കേരളം കടന്നു പോകുന്ന ഭയങ്കര ക്രൈസിസിന്റെ സമയമാണ്. അവിടെ അന്ന് എനിക്ക് സംഭവിച്ചത്, എന്റെ സാലറി പെൻഡിങ്ങാ. എനിക്ക് അന്ന് 2 മാസത്തെ സാലറി കിട്ടിയിട്ടില്ല. ഞാൻ എന്റെ വീടിന്റെ വാടക കൊടുത്തിട്ടില്ല, പിള്ളേരുടെ ഫീസ് അടച്ചിട്ടില്ല, വീട്ടിൽ സാധനം മേടിച്ചിട്ടില്ല. ദൈവമക്കളെ, എന്റെ വീട്ടില് എന്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വരുന്ന ദിവസം ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ കാപ്പിപ്പൊടി പോലും ഇല്ലാത്ത സമയമാണ്. എന്നാൽ ഞാൻ എന്റെ ജീവിതത്തിൽ അത്ഭുതമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകുന്ന സമയം തൊട്ട് എന്റെ ജീവിതത്തിലെ മിറക്കിൾ ഞാൻ കണ്ടു തുടങ്ങി. എന്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു പെണ്ണ് കാണാൻ നവംബർ 19-ാം തീയതി. 2016 നവംബർ 19-ാം തീയതി ഞാൻ വീട്ടിൽ വരുമ്പോൾ എന്റെ റൂമിലുള്ള ഒരു ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞു, ഈ 1000 രൂപ നിന്റെ കയ്യിൽ ഇരിക്കട്ടെ, നീ ഇത് തരണ്ട, ഈ കല്യാണം നടക്കും, എനിക്ക് ഉറപ്പുണ്ട്, നീ പോയി പെണ്ണ് കണ്ടിട്ട് വാ എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ തന്നു. ഞാൻ 1000 രൂപയായിട്ട് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്നു. പപ്പ ഈ കല്യാണക്കാര്യം പറഞ്ഞോണ്ടല്ല, ബേക്കറി പോയി, ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു അങ്കിളാ, അങ്കിളുടെ ഇടയ്ക്കൽ ഇങ്ങനെ കല്യാണക്കാരി ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞോളൂ ഒരു കൂട്ടർ ഇങ്ങനെ വരുന്നുണ്ട്, ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അങ്കിള് പറയാം, ഇത് നടക്കും പാസ്റ്ററെ, ഇതിന്റെ പൈസ ഒന്നും തരണ്ട, ഇത് എന്റെ വക ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് പാലും അലുവയും എല്ലാം ഫ്രീ ആയിട്ട് എന്റെ പപ്പായ്ക്ക് കൊടുത്തു. അവിടെ തൊട്ട് ഞാൻ മിറക്കിൾ കാണാൻ തുടങ്ങി. ടിക്കറ്റ് ഫ്രീ ആയിട്ട് ദൈവം തന്നു, ചായക്കുള്ളത് ഫ്രീ ആയിട്ട് കർത്താവ് തന്നു. ഞാനിത് പറഞ്ഞ എനിക്കത് വലുതാ, കാരണം അന്ന് ഇല്ലായ്മയുടെ സമയത്ത് ദൈവത്തിന്റെ കരം ഞാൻ കാണുകയാണ്. കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റിയതുപോലെ. ദൈവമക്കളെ, 19-ാം തീയതി പെണ്ണ് കണ്ടു. ഇതൊരിക്കലും നടക്കാൻ സാധ്യതയുള്ള കല്യാണമല്ല. ഞാനത് കൂടെ പറയുന്നത്, കാരണം എന്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വരുന്ന വീടെന്ന് പറയുന്ന അടുക്കളയൊക്കെ ചോർന്നൊലിക്കുന്ന ഒരു വീടാ. 2 ബെഡ്റൂമുള്ള ഒരു കൊച്ചു വീട്, കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. അമേരിക്കയിൽ ജനിച്ചു വളർന്ന് 27 വർഷത്തിന് മുമ്പ്, അതെ 7 വയസ്സുള്ളപ്പോഴാണ് ഇന്ത്യ വന്നത്. പിന്നെ 27 വർഷത്തിൽ ഇവിടെ ആയിരിക്കുന്ന മാതാപിതാക്കൾക്ക് അറിയാം, നിങ്ങളുടെ തലമുറകൾ എത്ര പേര് അങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിൽ പോകുന്നു. 27 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നതെന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം സിസ്റ്ററുടെ കല്യാണം. ഇത് നവംബറിൽ നടക്കുന്നു. ഓഗസ്റ്റിൽ അദ്ദേഹത്തിന്റെ സ്വന്തം സിസ്റ്ററിന്റെ കല്യാണം നടന്ന സമയത്ത് പോലും അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടില്ല. ബാക്കി 2 ബ്രദേഴ്സും വന്നു, ഇദ്ദേഹം മാത്രം വന്നില്ല, എനിക്ക് ഇന്ത്യ വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന ആളെ ദൈവം ഇന്ത്യയെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി ഇതാണ്. ഒരു ദിവസം രാവിലെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹോളി സ്പിരിറ്റ് അദ്ദേഹത്തോട് സംസാരിച്ചു, നിനക്കുള്ള ആള് ഇന്ത്യയിലാണ്, നീ ഇന്ത്യയിൽ പോയി വിവാഹം കഴിക്കണം. അദ്ദേഹം ഡാഡിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഡാഡി ഞാൻ ഇന്ത്യയിൽ വരാം, നമുക്ക് പോയി പെണ്ണ് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്റെ പിക്ചർ കണ്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ പെൺകൊച്ചിനെ കാണണം എന്ന് പറഞ്ഞാ വന്നത്. ദൈവമക്കളെ, ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞാൽ, അദ്ദേഹം വന്നു, ഞങ്ങൾ തമ്മിൽ കാണുന്ന അന്നാണ് അറിയുന്നത് അദ്ദേഹം ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കത്തുള്ളൂ, ഒരു വാക്ക് പോലും മലയാളം സംസാരിക്കത്തില്ല. എനിക്കവിടെ ടെൻഷൻ കൂടി, കാരണം എനിക്ക് മലയാളം ഇംഗ്ലീഷ് അറിയാം, എന്നാൽ പോലും നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ലേ, അദ്ദേഹം അമേരിക്കൻ ഇംഗ്ലീഷ്. കർത്താവ്, എന്റെ ഇംഗ്ലീഷ് അദ്ദേഹത്തിന് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് മമ്മിയോട് ചോദിച്ചു, മമ്മി ഞാൻ എന്റെ മമ്മി ഞാൻ മമ്മിക്ക് ആകെ അറിയാവുന്നത് വചന. മമ്മി പറഞ്ഞു, നീ ഒറ്റ വാക്യം പറയാം, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ പറഞ്ഞുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് മുറി കയറി സംസാരിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, ഞാൻ എന്റെ പ്രാർത്ഥനാ മുറിയിൽ എഴുതി വെച്ചത് എന്തൊക്കെയാണോ അദ്ദേഹം അത് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇത് ദൈവഹിതമാണെങ്കിൽ കർത്താവ് എനിക്കൊരു അടയാളം കാണിക്കണം, അവർ പോകുന്നതിന് ഇപ്പറയും ഞങ്ങളുടെ ഒരു പിക്ചർ എടുക്കണമെന്ന് പറഞ്ഞു.
ദൈവമക്കളെ അതുപോലെ തന്നെ അവർ പോകുന്നതിന് ഇപ്പുറം അത് ഞാൻ എലാബറേറ്റ് ചെയ്ത് പിന്നീട് ഒരു അവസരം പറയും. പക്ഷെ ഇത് ഞാൻ പറയുന്നത് പിക്ചർ എടുത്തു. അങ്ങനെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ വിവാഹം ഞാൻ ചോദിച്ചത് എന്താ കർത്താവിനോട്, ഒരു മാസം കൊണ്ട് വിവാഹം നടക്കുന്ന. ദൈവമക്കളെ നവംബർ 19 തീയതി പെണ്ണ് കണ്ടു. നവംബർ 22 തീയതി എന്റെ പപ്പായും മമ്മിയും അവരവിടെ പോയി വിവാഹം ഉറപ്പിച്ചു. നവംബർ 30 തീയതി എൻഗേജ്മെന്റും ഡിസംബർ 1 തീയതി കല്യാണം. എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ എന്നോട് ചോദിച്ചത് ഒരു മാസം കൊണ്ട് കല്യാണം നടക്കുമെന്നല്ലേ, ഞാൻ ഒരാഴ്ച കൊണ്ട് കല്യാണം നടത്തി കാണിക്കാന്ന് പറഞ്ഞു. ദൈവമക്കളെ അടുത്ത ഒരു കാര്യം ഞാൻ ആ ടെസ്റ്റിമണിയെ പറയാൻ വരുന്നത്, വിശ്വാസം പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ മക്കളെ നമ്മൾ വിശ്വാസം പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. എങ്ങനെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്? എന്റെ മമ്മി ആ കാര്യത്തിൽ എന്നെ വളരെയധികം എൻകറേജ് ചെയ്ത ഒരാളാണ്. എന്റെ വിവാഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സാലറി കിട്ടിയിട്ടില്ല, 2 മാസത്തെ സാലറി കിട്ടിയിട്ടില്ല. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോണം. നവംബർ 22 തീയതി കല്യാണം ഉറപ്പിച്ചിട്ട് ഞാൻ വീണ്ടും ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. 24 തീയതി രാവിലെ വിളിച്ച് പറയാം ഡ്രസ്സ് എടുക്കാൻ പോണം. ഇനി അധികം ദിവസങ്ങളില്ല. ഡ്രസ്സ് എടുക്കാൻ തിരുവല്ല കല്യാണി വരണമെന്ന് ഡാഡി വിളിച്ചു പറഞ്ഞു. അങ്ങനെ കല്യാൺ സിൽക്സിൽ പോവാം. ദൈവമക്കളെ ഒന്ന് ഓർക്കണം, നിങ്ങളൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യണം, നിങ്ങളുടെ തലമുറകളുടെ കല്യാണം നടന്നപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം നേരിട്ടിട്ടുണ്ടോ എന്ന്. ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. എന്റെ കയ്യില്, പപ്പാടെ കയ്യിലും മമ്മിയുടെ കയ്യിലുള്ള ആകെയുള്ളത് 1000 രൂപയാ. അത് അടുത്തുള്ള ഒരു ആന്റി എന്റെ കല്യാണമെന്ന് പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് തന്നതാ. 1000 രൂപയുണ്ട് കയ്യില്. രാവിലെ എഴുന്നേറ്റ് എന്റെ മമ്മി എന്നോട് പറയുക, വിശ്വാസത്തോടെ പൊക്കോ, ദൈവം കരുതുന്നു. പോകുവോ? ഞാൻ എന്റെ മാനസികാവസ്ഥയാ പറഞ്ഞേ. എന്നോട് പറയാ, കല്യാൺ സിൽക്സിൽ പൊക്കോ തുണി എടുക്കാൻ, മോൻ വിശ്വാസത്തോടെ പൊക്കോ, കർത്താവ് കരുതുന്നു. ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി ഇങ്ങനെ എന്നെ ട്രബിളിലാക്കല്ലേ, ഞാൻ എങ്ങനെ പോകും? കല്യാണം ഇപ്പൊ തന്നെ അവരുടെ ഒരു ഇംപ്രഷൻ എന്തായിരിക്കും? കല്യാണത്തിന് പോയി ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ 1000 രൂപയായിട്ട് പോകുന്ന അവസ്ഥ. മമ്മി എന്നോട് ചോദിക്കാം, ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ. അബ്രഹാം ഇറങ്ങിയില്ലേ? അങ്ങനെയെങ്കിൽ നീ ദൈവത്തിന്റെ മകളല്ലേ, അബ്രഹാം നമ്മുടെ വിശ്വാസികളുടെ പിതാവല്ലേ, നിനക്ക് എന്തുകൊണ്ട് പൊക്കൂടാന്ന് ചോദിച്ചു. ആ വാക്ക് കേട്ടപ്പം എന്റെ മമ്മി പലപ്പോഴും ഇങ്ങനെ വിശ്വാസത്തെ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ടിക്കറ്റ് എടുക്കാൻ കാശില്ലാതെ. അതൊക്കെ ടെസ്റ്റ് മണിയൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളതാ. ഞാൻ ഓർത്തു, ലെറ്റ് മീ ട്രൈ. ഞാൻ വണ്ടിയെ കയറിയിരുന്നു. അന്ന് ഞങ്ങൾക്കൊരു കൊച്ചു മാരുതി 800 ആവണം. അതിന്റെ പുറകിലിരിക്കുന്ന എന്റെ മമ്മിയുടെ അനിയത്തിയുടെ മോനും എന്റെ സിസ്റ്ററും ഫ്രണ്ട് ഇരിക്കുന്ന. എന്റെ പേരൻസ് ആരും വന്നിട്ടില്ല എന്റെ കൂടെ തുണി എടുക്കാൻ. കാരണം അവരൊക്കെ കല്യാണം ആകെ ഒരാഴ്ചയല്ലേ ഉള്ളൂ, കല്യാണം വിളിക്കണം, പല കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു. അവര് പോയേക്കുക. ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത് എന്റെ സിസ്റ്ററുടെ കൂടെ. ഞാൻ വണ്ടിയിൽ ഇവിടെ തൊട്ട് തിരുവല്ല വരെ കരഞ്ഞു പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ ഇറങ്ങുന്ന സമയമായപ്പോ ഒരു ദൈവദാസനെ ദൈവം ഞങ്ങളുടെ വീട്ടിൽ വിട്ടു. എന്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം 2000 രൂപ എന്റെ മമ്മിയുടെ കൂടെ. അപ്പൊ എത്രയുണ്ട് കയ്യിൽ? ടോട്ടൽ 3000 രൂപ. ഞാൻ വണ്ടിയെ പോകുമ്പോഴെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗൗണ് കിട്ടുമോ 3000 രൂപയ്ക്ക്. ഞാൻ നോക്കുന്ന ഒരു ഗൗണിന് 3000 രൂപയ്ക്ക് ഗൗണില്ല. സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ 10,000. എന്റെ ദൈവം, ഇനി 7000 രൂപ വേണം. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് കല്യാൺ സിൽക്സിന്റെ വാതിക്കലെത്തി. ടെൻഷൻ ഉണ്ട്. അവിടെ ചെന്നപ്പോ അച്ഛൻ അവിടെ നിപ്പുണ്ട്. ഡാഡി അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു, ഡാഡിക്ക് വേറൊരു ഈവന്റ് ഉള്ളതുകൊണ്ട് ഡാഡി പോവാ, അച്ഛൻ മാത്രമേ ഉള്ളൂ, സിസ്റ്ററേ ഉള്ളൂ. ദൈവമക്കളെ, ദൈവം എന്നോട് പറയുക വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ. ഞാൻ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. പക്ഷേ 3000 രൂപയേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്ന് നാണം കെടും എന്നുള്ളത് നമ്മൾ മാനുഷികമായി നോക്കുമ്പോൾ ഉറപ്പാണെങ്കിലും ഞാൻ ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങ് എന്നെ ഇപ്പം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസമാണെങ്കിൽ എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കുക. എനിക്ക് ഈ ടെസ്റ്റിൽ ഫെയിൽ ആവണ്ട. ഞാൻ വിശ്വാസത്തോടെ നടക്കാൻ പോവാ. അങ്ങക്ക് എനിക്കൊരു ഗൗൺ തരാൻ പറ്റും 3000 രൂപയ്ക്ക്. ഞാനത് വിശ്വസിക്കുവോ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് എടുത്തു. ദൈവമക്കളെ, ഞാൻ ലിഫ്റ്റേ കയറി. ഫസ്റ്റ് ഫ്ലോറിൽ ബ്രൈഡൽ സെക്ഷന്റെ അവിടെ വന്ന് ലിഫ്റ്റ് സ്റ്റോപ്പായി. ഞാൻ എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് പുറത്തേക്ക് എടുത്ത് ലിഫ്റ്റിൽ നിന്ന് എടുത്ത് വെക്കുമ്പോൾ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരിക, 2 മാസം പെൻഡിങ് ആയിരുന്ന എന്റെ സാലറി ക്രെഡിറ്റ് ആയിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്തുണ്ട്, എന്റെ ദൈവം തക്ക സമയത്ത്, ഞാൻ ഇന്ന് വായിച്ച വചനം നിങ്ങൾ കേട്ടല്ലോ, അതികാലത്തെ സഹായിക്കുന്ന ദൈവം. ഹീസ് നോട്ട് ടു ലേറ്റ്, ഹീസ് നോട്ട് ടു ഏർലി, ഹീസ് ഓൺ ടൈം. ദൈവം ഒരിക്കലും ലേറ്റ് അല്ല, ദൈവം ഒരിക്കലും നേരത്തെയും ചെയ്യത്തില്ല. ബട്ട് ഹി വിൽ ഡു ഇറ്റ് ഓൺ പെർഫെക്റ്റ് ടൈം. ദൈവം അവിടെ അന്ന് എന്നെ പഠിപ്പിച്ചു, നമ്മൾ വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ നമ്മൾ തയ്യാറായാൽ ബാക്കി കാര്യം കർത്താവ് ചെയ്യും. പക്ഷെ കർത്താവ് നോക്കുന്നത് ആ അപ്പന് നമുക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ദൈവമക്കളെ, അങ്ങനെ ഡ്രസ്സ് എടുത്തു. എനിക്ക് വേണ്ട, അവിടെ അടുത്തൊരു അത്ഭുതം, അവിടെ 2 ഗൗണേ ഉള്ളൂ എന്റെ സൈസിനുള്ളത്. ഞാനും എന്റെ ഹസ്ബൻഡ് സെലക്ട് ചെയ്ത ഗൗണിന് 10,000 രൂപ. ജസ്റ്റ് എനിക്ക് വേണ്ട ഗൗണ് അത് ഇട്ട് നോക്കി പെർഫെക്റ്റ്. ഞാൻ നോക്കി, ഇത് എനിക്ക് വേണ്ടി തയ്പ്പിച്ചതാണോ ദൈവമേ, അത്രയ്ക്ക്. അത് കഴിഞ്ഞ് ഞാൻ എല്ലാ കാര്യവും, പിന്നെ എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ സാധനം മേടിച്ചത് ഒരു അങ്കിള്, എനിക്ക് ആ ആഴ്ച വീട്ടിലുള്ള എല്ലാ സാധനവും ഒരു അങ്കിള് മേടിച്ചു തന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും എനിക്ക് പറയാൻ ഒത്തിരിയാണ്. എന്റെ ഒരു വിവാഹത്തിന് വേണ്ട ഓരോ കാര്യങ്ങളും എനിക്ക് ടെസ്റ്റ് മണിയാ. അങ്ങനെ ദൈവം എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു. ലാസ്റ്റ് ദൈവം ചെയ്തത്, എന്റെ സിസ്റ്റേഴ്സ്
അതും കൂടെ ഞാൻ പറയാം. ഞാൻ എന്റെ എൻഗേജ്മെന്റിന്റെ അന്നാണ് ഞാൻ അറിയുന്നത് എന്റെ ഫ്ലവർ ഗേൾസിനെ വേണമെന്ന്. എന്റെ എൻഗേജ്മെന്റ് തലേന്നും പിറ്റേ ദിവസമാ കല്യാണം. 30/1 തലേന്നും പിറ്റേന്നും. വൈകുന്നേരം ആയപ്പോഴത്തേന് എന്നെ ഞങ്ങളുടെ എക്സൽ വിബിസിന്റെ ടീമാണ് ഈ വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത്. അവർ വിളിച്ചു പറഞ്ഞു, മോളെ സിസ്റ്റേഴ്സ് 3 പേരുണ്ടല്ലോ, അവരെ ഫ്ലവർ ഗേൾസ് ആക്കണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ ഞാൻ അന്ന് എന്റെ സിസ്റ്റേഴ്സിന് തുണി പോലും എടുത്തിട്ടില്ല, ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല വിവാഹത്തിന് വേണ്ടി, കാരണം പൈസ ഇല്ല. ഈവനിങ് കല്യാണത്തിന്റെ തലേന്ന് രാത്രിയില്ല ഞങ്ങൾ തുണി എടുക്കാം. ഞങ്ങൾ വിശ്വാസത്തോടെ കോട്ടയം ഷീമാട്ടി ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഫ്ലവർ ഗേൾസിനുള്ള ഡ്രസ്സ് വേണം. അവരെടുത്തിടുന്ന തുണികളെല്ലാം 5000-ന്റെയും 6000-ന്റെയും ഡ്രസ്സുകളൊക്കെ റെഡിമെയ്ഡ്. ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ വിവാഹത്തിന് എല്ലാവരും വെള്ള ഇടണമെന്നുള്ള, വൈറ്റ് ഡ്രസ്. ഞാൻ പറഞ്ഞു വൈറ്റ് ഡ്രസ് ഉണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, മോളെ എന്റെ അനിയത്തിമാരെന്ന് കുഞ്ഞു പിള്ളേരെ, അപ്പൊ ഇവർക്കുള്ളത് കിട്ടാൻ പ്രയാസം, 3 ഒരുപോലുള്ളത് തയ്പ്പിക്കണം. ഞാൻ പറഞ്ഞു തയ്പ്പിക്കാൻ പറ്റത്തില്ല, നാളെ രാവിലെ കല്യാണം. ദൈവമക്കളെ ദൈവം ചെയ്തതാ ഞാൻ പറഞ്ഞത്. എന്റെ കയ്യിൽ ആകെ 3000 രൂപയുണ്ട്. 3000 രൂപ. എന്നോട് പറഞ്ഞു നമുക്ക് താഴെ പോയി നോക്കാം, റെഡിമെയ്ഡ് സെക്ഷനിൽ ഒന്നുകൂടെ പോയി നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ താഴെ ചെല്ലുമ്പോൾ എന്റെ 3 അനിയത്തിമാര് 3 പ്രായക്കാരെന്ന് ഓർക്കണം, 3 ഹൈറ്റാ. ദൈവം ചെയ്തത്, താഴെ ഞങ്ങൾ ചെല്ലുമ്പോൾ 3 ജോഡി ഡ്രസ്സ് കിടക്കുന്നു. 4 ഇല്ല, 5 ഇല്ല, 2 അല്ല, 3. 3ഉം എന്റെ അനിയത്തിമാരുടെ സൈസ്. അടുത്തത് കേൾക്കണം, ഒരെണ്ണത്തിന് 1000 രൂപ, 3000 രൂപ. അന്ന് രാത്രിയിൽ ഞങ്ങൾ അത് മേടിച്ചു, പിറ്റേ ദിവസം ഇട്ടു. ഞാനിത് പറയാൻ കാരണം, പിറ്റേ ദിവസം ഞങ്ങള് കാറിൽ നിന്ന് ഇറങ്ങി ഫ്ലവർ ഗേൾസ് ആയിട്ട് നടക്കണമല്ലോ, നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ എന്നോട് വന്ന് അനിൽ സാർ, എക്സൽ വിബിസിന് അനിൽ സാർ വന്നിട്ട് ചോദിച്ചു, മോളെ 3 പേര് പറ്റത്തില്ല, ഒരാളും കൂടെ വേണം, ആരെങ്കിലും ഉണ്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ, കാരണം 2 പേര് വെച്ച് നടക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാ. ഞാൻ പറഞ്ഞു എനിക്ക് ആകെ 3 അനിയത്തിമാരേ ഉള്ളൂ, അതും അവര് വെള്ള ഇട്ടേക്കുന്നത്. എന്റെ മമ്മിയുടെ ഫാമിലി, പപ്പയുടെ ഫാമിലി എല്ലാവരും ലൈക്ക് കല്യാണത്തിന് വരുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാലോ എല്ലാവരും ഏത് കളറാണ് ഇടുന്നത്, പല ഡിഫറെന്റ് കളേഴ്സ്, ആരും വെള്ള ഇട്ടുകൊണ്ട് വരത്തില്ല. എന്റെ സിസ്റ്റേഴ്സ് 3 പേരും വെള്ള. ദൈവമക്കളെ എനിക്ക് പോലും അത്ഭുതമായത്, എന്റെ അനിയത്തിമാരിട്ട അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എന്റെ മമ്മിയുടെ ആങ്ങളയുടെ മോള് വന്നേക്കുക വെള്ള ഇട്ടു. പെട്ടെന്ന് അനിൽ സാർ എന്നോട് പറയാം, 4 പേരുണ്ടായിട്ടാണോ അക്സ എന്നോട് പറയുന്നത്, ദാണ്ട് നിൽക്കുന്ന ഒരാൾ. ഞാൻ ചോദിച്ചു അതാരാ? നോക്കിയപ്പോൾ എന്റെ മമ്മിയുടെ ഇളയ ബ്രദറിന്റെ മോള് ഇവരിട്ടിരിക്കുന്ന അതേ ഡ്രസ്സ്, വൈറ്റ് ഡിസൈനുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നേക്കും. അങ്ങനത്തെ 4 പേര്. നിങ്ങളെ ഞാനിത് പറയുന്നതെന്നറിയാം, നിങ്ങൾക്ക് ഞാൻ പറയാം, ഞാൻ എന്റെ ടെസ്റ്റിമണി, ഐ ഡോണ്ട് നോ ഹൗ യു ആർ ഫീലിംഗ്, പക്ഷെ ഞാൻ എന്റെ ദൈവത്തിന്റെ കരുതല് കണ്ടു. നമ്മൾ കാണുന്നതിനപ്പുറമായി നമ്മുടെ ഭാവിയെ കാണുന്ന ഒരു ദൈവം. എന്റെ മമ്മിയോട് പലരും ചോദിച്ചു എങ്ങനെ പെൺപിള്ളാരെ കെട്ടിച്ചു വിടുമെന്ന്. എന്നാൽ 4 പെൺമക്കളാ, നീ എങ്ങനെ കെട്ടിച്ചു വിടുമെന്ന് ചോദിച്ച സ്ഥാനത്ത്, ദൈവമക്കളെ ഞാൻ എന്റെ ടെസ്റ്റിമണി ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. ദൈവം ഞങ്ങളുടെ മധ്യ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുലുങ്ങി പോകാൻ ദൈവം സമ്മതിച്ചില്ല. ദൈവം അധികാലത്തെ ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഞാൻ കുടുംബസ്ഥയായി ദൈവത്തിന്റെ വലിയ കൃപയാൽ ഞങ്ങൾ വിവാഹം കഴിഞ്ഞു. ഞങ്ങളിപ്പോ ഫ്ലോറിഡയിലായിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് 2 തലമുറകളെ ദാനമായി നൽകി തന്നു. ദൈവത്തിന്റെ വേലയിൽ ഞാൻ ആയിരിക്കുകയാണ്. അത് ഷോർട്ടായിട്ട് പറഞ്ഞാൽ, കർത്താവിനോട് ജോലി ഉപേക്ഷിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ കർത്താവിന്റെ വേലയിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്റെ 2ാമത്തെ അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞ സെപ്റ്റംബർ 2-ാം തീയതി നാട്ടിൽ വെച്ച് നടക്കാനിടയായി തീർന്നു. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കൊടുത്തു. എന്റെ അനിയത്തിയെ വിവാഹം കഴിച്ചിരിക്കുന്ന തോന്നിയാമലയിലുള്ള ഒരു മോനാണ്, EG ചർച്ചിലെ ഒരു മോനാണ്, സജിൻ എന്നാണ് പേര്. അദ്ദേഹം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ സർജനാണ്. ഞാനതാ പറഞ്ഞു, ഒരിക്കലും ഒരു അർഹതയും ഇല്ല എനിക്ക് പറയാൻ, ഒരു യോഗ്യതയും പറയാനില്ല. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ദൈവം കൊണ്ടുവന്നതാ. ദുഷിച്ചവരുടെ മുമ്പില് എങ്ങനെ പഠിപ്പിക്കുമെന്ന് ചോദിച്ചവരുണ്ട്, എങ്ങനെ വിവാഹം കഴിപ്പിച്ചു വിടുമെന്ന് ചോദിച്ചവരുണ്ട്. എന്നാൽ അവരുടെയൊക്കെ നടുങ്ങളെ മാനിച്ചു, അനുഗ്രഹിച്ചു. പപ്പായും മമ്മിയും കുടുംബമായി നാട്ടില് സുവിശേഷ വേലയിലായിരിക്കുന്നു. അനിയത്തിമാർ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഞങ്ങളെ നടത്തി. ഞാൻ പറഞ്ഞ വാക്യം ഒന്നുകൂടെയും പറയുകയാണ്, ദൈവമക്കളോട് ഇന്നുള്ള ദൂത് അതാണ്, ദൈവം നിങ്ങളുടെ മധ്യമുണ്ട്. നിങ്ങൾ കുലുങ്ങി പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവം അധികാലത്തെ നിങ്ങളെ സഹായിക്കും. ഏത് വിഷയത്തിന്റെ നടുവിലായിക്കോട്ടെ, നിങ്ങളുടെ രോഗത്തിന്റെ അധികാലമാകാം, തലമുറയുടെ വിഷയത്തിന്റെ അധികാലമാകാം, ഏത് വിഷയത്തിന്റെ നടുവിലും ദൈവം നിങ്ങളെ സഹായിക്കും. ഒരേ ഒരു കാര്യം, വിശ്വാസത്തിന്റെ ചുവടെടുത്തു വെക്കുക. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ചുവടുകളെ എടുത്തു വെക്കാം. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ദൈവദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.